സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഒരു നിമിഷം ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. കർത്താവിനോട് പറയും, കർത്താവേ നിന്റെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. കർത്താവേ ഞങ്ങളായിരിക്കുന്നത് അങ്ങയുടെ തിരുസന്നിധിയില, അങ്ങയുടെ പരിശുദ്ധ ആത്മാവ് ചലിക്കണം. ആമേൻ. ഇത് പരിശുദ്ധ ആത്മാവിന്റെ ഭൂമിയാ. ഇതിന്റെ അകത്ത് ഒരു ജഡത്തിനും പ്രശംസ എടുക്കേണ്ട ആവശ്യമില്ല. കർത്താവേ നിന്റെ നാമം തന്റെ മഹത്വമാകണം. യേശുവേ നീ ഞങ്ങളെ അങ്ങയുടെ മധുര ശബ്ദം, ഇമ്പ ശബ്ദം കേൾപ്പിക്കുമാറാകണം. കർത്താവേ ഇന്ന് പകൽക്കാലം അങ്ങയുടെ തിരുശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ ഞങ്ങളുടെ ജീവന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഞങ്ങളുടെ ശരീരത്തിന്, ഞങ്ങളുടെ മനസ്സിന്, ഞങ്ങളുടെ ആത്മാവിന് എല്ലാം ആമേൻ ഒരു പുതുക്കമുണ്ടാകുവാൻ, ഒരു പുതിയ ജീവൻ പ്രാപിക്കുവാൻ തക്കവിധം സ്വർഗത്തിലെ ദൈവം വലിയത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ആമേൻ ചാകാറായ ശേഷിപ്പുകൾ യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ ജീവൻ പ്രാപിച്ചെഴുന്നേൽക്കുവാൻ സ്വർഗമിടയാക്കണമേ. യേശുവെ അങ്ങയുടെ വചനത്തിന് ശക്തിയുണ്ട്, ജീവനുണ്ട്. യേശുവെ അങ്ങയുടെ വചനം പ്രസ്താവിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ സൗഖ്യങ്ങൾ നടക്കും. ഇന്ന് പകൽ ആമേൻ വലിയ വിടുതലുകളും സൗഖ്യവും സ്വർഗത്തിലെ ദൈവം ആമേൻ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവെ ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. കർത്താവെ ഇത് പുണ്യഭൂമിയാ, ഇത് വിശുദ്ധ ഭൂമിയാ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുമാറാകണം. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി, നന്നായിട്ട് കഴുകി ശുദ്ധീകരിക്കണം. ഞങ്ങളുടെ ആത്മാവിന്റെ കന്മഷങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകണം. കർത്താവെ ഞങ്ങളുടെ വാക്കിലെ, കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിലെ ദോഷങ്ങളെല്ലാം അങ്ങയുടെ തിരുരക്തത്താൽ നന്നായിട്ട് കഴുകി ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്താട്ട്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം, അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവിൻ നല്ല നാമത്തിൽ നല്ല പിതാവേ. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. എനിക്കായി കരുതും അവൻ നല്ലയോഹരി. എനിക്കായി കരുതും അവൻ നല്ലയോഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. എനിക്കായി കരുതും അവൻ നല്ലയോഹരി. എനിക്കായി കരുതും അവൻ നല്ലയോഹരി. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. കർത്താവ് കേൾപ്പിച്ചതായ ആമേൻ നൽകി തന്നതായ നല്ല സാക്ഷ്യങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇതിനൊന്നും ആമേൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. നമ്മെ കരുതിയ നല്ല വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ആമേൻ. വീഴ്ചകളിൽ ആമേൻ ആമേൻ അവിടുന്ന് താങ്ങായി കൂടെ ഇരുന്ന കൃപകൾക്കായിട്ട് നമുക്ക് കർത്താവിനോട് നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കാം. ദൈവം ആർക്ക് കടക്കാനല്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ആമേൻ നമ്മളിപ്പോൾ പാടിയതുപോലെ അവൻ സ്തോത്രം, അവൻ നമുക്ക് വേണ്ടി നല്ല ഓഹരി കരുതും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ആമേൻ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കർത്താവിന് സ്തോത്രം, എന്തിനാ ഞാൻ ഈ വിശ്വാസം ജീവിതത്തിനകത്തിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ചിലരൊക്കെ സംസാരിക്കുമ്പോൾ ആമേൻ അങ്ങനെ പറഞ്ഞ് പോകുന്നത് പോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ആധാരം എന്താണെന്നുള്ളതിനെ കുറിച്ച്
വ്യക്തമായിരിക്കുന്ന കാഴ്ചപ്പാടുകളില്ലാതെ ജീവിക്കേണ്ടി വരുന്ന വിശ്വാസ ജീവിതം ആമേൻ അധിക നാള് ആമേൻ സ്തോത്രം ബലത്തോടെ നിൽക്കത്തില്ല. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം വിശ്വാസത്തിന്റെ ചില ആമേൻ സ്തോത്രം അടിസ്ഥാന സന്ദേശങ്ങൾ മാത്രം നൽകി ദൈവത്തിരുസന്നിധിയിൽ ഇരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ തന്നെ ഒരു കാര്യം എനിക്കറിയാം. ഇന്ന് പകൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ സ്തോത്രം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം പ്രസ്താവിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവം വലിയ വിടുതലുകളെ അയക്കുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ഉറപ്പും ധൈര്യവും ആമേൻ സ്തോത്രം 3 മേഖലകളിൽ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമ്മുടെ ശിക്ഷാവിധികളെ മാറ്റുന്ന ദിവസമാണ്. ചേർന്ന് പറഞ്ഞാട്ടെ, അവൻ എൻ്റെ ശിക്ഷാവിധിയെ മാറ്റും. കർത്താവിന് സ്തോത്രം. എൻ്റെ പാപങ്ങളെ ആമേൻ പൊറുക്കുന്ന ദിവസമാണ്. കർത്താവിന് സ്തോത്രം. ആമേൻ കൊച്ചുമോനിച്ചായ നേരത്തെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോൾ സമയത്ത് ആമേൻ സ്തോത്രം താൻ ഇങ്ങനെ പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ അപരാധങ്ങൾ മാറ്റപ്പെട്ടവനായി ആമേൻ സ്തോത്രം ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവമേ എനിക്ക് കൃപ നൽകണമേ എന്ന്. ആമേൻ 19-ാം സങ്കീർത്തനത്തിന്റെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ 13-ാമത്തെ വാക്യം താൻ ശുശ്രൂഷിച്ചപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി. തെറ്റുകളെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ എന്നുള്ള ആമേൻ സ്തോത്രം. ഹല്ലേലൂയ ദാവീദിന്റെ പ്രാർത്ഥന. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽ നമുക്ക് അങ്ങനെ ദൈവത്തിരുസന്നിധിയിലായിരിക്കാൻ തക്കവിധം സ്വർഗത്തിലെ ദൈവം കൃപ നൽകും. പരിശുദ്ധാത്മാവ് സംസാരിച്ചതാണ്. ഇന്ന് ശിക്ഷാവിധിയെ മാറ്റുന്ന പകൽക്കാലമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അപരാധങ്ങൾ ആമേൻ സ്തോത്രം ഒത്തിരി ഉണ്ടേലും നമുക്ക് തന്നെ നമ്മളെക്കുറിച്ച് ആമേൻ സ്തോത്രം ഒരു പ്രാഗൽഭ്യവും പറയുവാനില്ല. പലപ്പോഴും ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവത്തിരുസന്നിധിയിൽ നിൽപ്പാൻ എനിക്ക് എന്ത് യോഗ്യതയാവുള്ള. കർത്താവിന് സ്തോത്രം. പലപ്പോഴും എൻ്റെ ആമേൻ ഞാൻ ശുശ്രൂഷിക്കുന്ന കൂട്ടം എന്നേക്കാൾ ഒത്തിരി നല്ല ആൾക്കാരാണ്. കർത്താവിന് സ്തോത്രം. ആമേൻ. അവരോട് ശുശ്രൂഷിക്കാൻ തക്കവിധം എനിക്ക് എന്ത് യോഗ്യതയാവുള്ള. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചിലത് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ ദൈവം ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിരുസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ഒരു പ്രാഗൽഭ്യം ആമേൻ നമ്മൾ ചെയ്തിട്ടല്ല, നമ്മൾ പറഞ്ഞിട്ടല്ല, നമ്മൾ പ്രാർത്ഥിച്ചിട്ടുമല്ല. ദൈവം ഇന്ന് പകൽക്കാലം ചിലത് ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായിട്ട് നൽകാൻ പോകും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ആമേൻ. ആമേൻ. ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ലഭിക്കുന്ന ആമേൻ സ്തോത്രം. ഹല്ലേലൂയ ഫ്രീഡത്തിനായിട്ട്, പാപത്തിൽ നിന്നുള്ള ആമേൻ സ്തോത്രം ആ വിടുതലിനായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ദൈവം എന്നോട് ആമേൻ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട സംഭവം എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന്റെ സൗഖ്യമാണ്. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ സൗഖ്യം നൽകുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം ഈ ശുശ്രൂഷിക്കുന്ന വേളയിൽ ദൈവം പകരും. കർത്താവിന് സ്തോത്രം. പലപ്പോഴും ആമേൻ സ്തോത്രം നമുക്ക് ഒരു കാര്യം മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എങ്ങനെയാ ദൈവദാസം വന്ന് ഒരാളെ സ്റ്റേജിനകത്തേക്ക് വിളിച്ചു കയറ്റി ആമേൻ ഇപ്പോൾ എങ്ങനെയുണ്ട്, സൗഖ്യമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞാൽ ആമേൻ സ്തോത്രം നമ്മൾ വിശ്വസിക്കും. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ടെ. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ഒരു ശുശ്രൂഷ ചെയ്യുകയാണ്. അത് ദൈവദാസന്റെ ശുശ്രൂഷയല്ല, ദൈവവചനത്തിന്റെ ശുശ്രൂഷയാണ്. കർത്താവിന് സ്തോത്രം. ചേർന്ന് പറഞ്ഞ വചനത്തിന്റെ ശുശ്രൂഷ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ വചനം അയച്ച് ആമേൻ സ്തോത്രം അവരെ സൗഖ്യമാക്കി. ഇന്ന് പകൽ ആമേൻ ഞാനത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. ആമേൻ ഒരു ഡോക്ടർ മരുന്ന് തരുന്നത് പോലെ, ആമേൻ ഒരു പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ നമുക്ക് കിട്ടുന്നത് പോലെയാണ് ദൈവത്തിന്റെ വചനം നമുക്ക് വീണ് കിട്ടുന്നത്. കർത്താവിന് സ്തോത്രം. നിന്റെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു റേമ, ആമേൻ ഒരു സ്പോക്കൺ വേർഡ് ഓഫ് ഗാഡ്, കർത്താവിന് സ്തോത്രം, അത് നിന്റെ ജീവിതത്തിനകത്തേക്ക് വന്നാൽ ആമേൻ നിന്റെ ജീവിതത്തിന്റെ അനവധിയായിരിക്കുന്ന വിഷയങ്ങൾക്ക് അത് പരിഹാരം കൊണ്ടുവരുമെന്ന് എത്ര പേരിന്ന് പകൽക്കാലം ആമേൻ ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, വിശ്വസിച്ചാട്ടെ. ദൈവം നമുക്ക് വേണ്ടി വലിയത് ചെയ്യും. കർത്താവിന്റെ സ്തോത്രം. അവന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ ആമേൻ സ്തോത്രം ഞാനും നീയും ചിന്തിക്കുന്നതിനും അപ്പുറമാ. കർത്താവിന്റെ സ്തോത്രം. നമ്മൾ പ്രസംഗിക്കുന്നതിലും അപ്പുറമാ. അത് മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ സഹായിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമുക്കൊരു വാക്യം വായിക്കാം. ആമേൻ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം. ഹല്ലേലൂയ. എന്നാൽ അവൻ നമുക്ക് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സൗഖ്യം നമുക്ക് ലഭിക്കുന്നത് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ കർത്താവിന്റെ മുറിവിലൂടെയാ. ചേർന്ന് പറഞ്ഞേ, കർത്താവിന്റെ മുറിവിലൂടെയാ.
ആമേൻ, അവന്റെ ശരീരത്തിന്റെ ആമേൻ അകത്ത് സംഭവിച്ചതായ മുറിവിലൂടെയാണ് ആമേൻ സ്തോത്രം നമുക്ക് സൗഖ്യമുണ്ടാകുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അല്ലാതെ ആരെങ്കിലും നിന്നെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഡോക്ടറിനാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ ഈ പുൾപിറ്റിൽ നിൽക്കുന്നത് കൊണ്ടല്ല, ഞാനൊരു ആമേൻ സ്തോത്രം ശക്തനായിരിക്കുന്ന ദൈവദാസനായതുകൊണ്ടല്ല, പിന്നെയോ നിനക്ക് സൗഖ്യം വരുന്നത് ആമേൻ അവന്റെ മുറിപ്പാടുകളിലൂടെയാണ്. ആമേൻ സ്തോത്രം. ഉഴവ് ചാലുകൾ പോലെ കീറി മുറിവേൽപ്പിക്കപ്പെട്ട അവന്റെ ശരീരത്തിൽ നിന്നും വാർന്നൊഴുകിയ രക്തം, ആമേൻ സ്തോത്രം, അതിന്റെ മുറിവുകൾ നമുക്ക് സൗഖ്യത്തിന് കാരണമായി തീരുകയാണ്. കർത്താവിന് സ്തോത്രം. അതല്ലാതെ ഒരു മഹത്വം എടുക്കുവാൻ, ആമേൻ സ്തോത്രം, അവന്റെ മഹത്വത്തെ തൊടുവാൻ ആരെങ്കിലും ഒരു പുൾപിറ്റ് ഉപയോഗിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, അയ്യോ കഷ്ടമെന്നേ പറയാനുള്ളൂ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിച്ചാട്ടെ. ആമേൻ സ്തോത്രം. നിനക്ക് വേണ്ടി ആണിപ്പഴുതേറ്റ കരങ്ങളുമായി ആമേൻ സ്തോത്രം ഒരുവൻ ആമേൻ സ്തോത്രം നീ ഇരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ സ്തോത്രം. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തന, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. ഇന്ന് പകൽക്കാലം അവൻ സൗഖ്യമാക്കുന്ന അവന്റെ കരം, ആമേൻ യഹോവ റാഫയുടെ കരം, ആമേൻ നിന്റെ മേൽ വെച്ചോ സൗഖ്യമാകും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ഡയന സിസ്റ്റർ വിശ്വസിച്ചാട്ടെ. ആമേൻ. പ്രിയ പിതാവ് ആമേൻ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം നീ വിശ്വസിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ മുറിവുകളിലൂടെ ഉള്ള സൗഖ്യം ആമേൻ പിതാവിന്റെ പേര് ഇന്ന് പകൽക്കാലം വരുവാനിടയായി തീരും. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ക്രിയാറ്റിൻ കൂടുന്നു എന്ന് പറഞ്ഞത് കേൾപ്പാനിടയായി. കർത്താവിന് സ്തോത്രം. ക്രിയാറ്റിന്റെ മേലും അധികാരമുള്ള, സകലത്തിന്റെ മേലും അധികാരമുള്ള, സകലത്തിന്റെ മേലും ആമേൻ സർവശക്തനായിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവൻ നമ്മെ അളവ് കൂടാതെ സ്നേഹിച്ച ദൈവമാണ്. ഇന്ന് പകൽ വിശ്വസിച്ചാട്ടെ. വിശ്വസിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു. നമുക്ക് ആ വചനത്തിനകത്തേക്ക് തിരിച്ചു വരാം. 5-ാമത്തെ വാക്യം പറയുകയാണ്. ആമേൻ സ്തോത്രം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു ആമേൻ യേശുവിന്റെ ക്രൂശും മുഖാന്തിരമായിട്ട് നമുക്ക് നൽകി തന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആമേൻ സ്തോത്രം, പലപ്പോഴും നമുക്കത് പാട്ട് മാത്രമാണ്, ഒരു പാട്ടിനുള്ള ലിറിക്സ് മാത്രമാണ്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിനകത്ത് ആമേൻ സ്തോത്രം നമ്മുടെ കൂട്ടു സഹോദരന്മാരോ അല്ലെങ്കിൽ ആമേൻ സ്തോത്രം നമ്മൾ പ്രിയം വെച്ച ആരെങ്കിലും നമ്മെ ആമേൻ സ്തോത്രം ഇട്ടേച്ചു പോകുമ്പോൾ നമുക്ക് ആമേൻ സ്തോത്രം വിശ്വാസം ഉപേക്ഷിക്കാൻ തോന്നുന്നത്. വിശ്വാസത്തിനകത്ത് ഏറ്റക്കുറിച്ചിലുകൾ വരുന്നതിന്റെ കാരണം ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഈ വാക്യങ്ങളുടെ ആഴമൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. 53:5 പറയുകയാ, നിന്റെ അകൃത്യങ്ങൾ എന്റെ അകൃത്യങ്ങൾ. കർത്താവിന് സ്തോത്രം. എന്റെ അകൃത്യങ്ങളാ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, എന്റെ അതിക്രമങ്ങളും എന്റെ അകൃത്യങ്ങളും നിമിത്തമാ അവൻ തകർന്ന് മുറിവേറ്റുമിരുന്നത്. കർത്താവിന് സ്തോത്രം. അവന്റെ മുറിവിന് കാരണമായി തീരുന്നത് എന്റെ അകൃത്യമാണ്. കർത്താവിന് സ്തോത്രം. എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. ആമേൻ സ്തോത്രം. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു, ഹല്ലേലൂയ, നമ്മുടെ പാപങ്ങളെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങളുടെ പാപങ്ങളുടെ ശിക്ഷ അവന്റെ മേലായി എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പാപമില്ലാത്തവനെ ദൈവം പാപമാക്കി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ അവന്റെ മേലേക്ക് വെച്ചിട്ട് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, പകരം ഒരു കാര്യം അവൻ ചെയ്തു. എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിനക്കും എനിക്കും ആമേൻ യോഗ്യതയില്ലാതിരുന്ന സമാധാനത്തെ അവൻ നമുക്ക് നൽകി തരുവാനിടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതൊരു പള്ളിയിൽ നിന്നല്ല കിട്ടുന്നത്. ആമേൻ. ഇതൊരു ദൈവദാസൻ മുഖാന്തിരമല്ല ഇത് കിട്ടുന്നത്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് പകൽക്കാലം നമ്മുടെ ശ്രദ്ധയെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി അടിയേറ്റ, നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ചുമന്നവനിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്ക് മറ്റെല്ലാത്തിൽ നിന്നും നമുക്ക് നമ്മുടെ കണ്ണുകളെ വലിക്കാം. ആമേൻ. നീ കേട്ടതെല്ലാം പാഴായിരിക്കും. നീ കേട്ടതെല്ലാം ആമേൻ വിശ്വാസികളെ കുറിച്ച്, ആമേൻ സ്തോത്ര, കൂട്ടായ്മകളെ കുറിച്ച്, ദൈവദാസന്മാരെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നതും കേട്ടതും എല്ലാം പാഴ്വാക്കുകളായിരിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകളെ അതിൽ നിന്ന് വലിച്ചെടുത്താട്ട് ഇന്ന് പകൽ ആമേൻ സ്തോത്രം, നിന്റെ ശിക്ഷ ഏറ്റ ഒരുവനുണ്ട്. നിന്റെ ശിക്ഷാവിധി വെച്ച് ആമേൻ സ്തോത്രം ദൈവം ആമേൻ സ്തോത്രം ഏറ്റുവാങ്ങിയ നിന്റെ ശിക്ഷകൾ മുഴുവൻ ആമേൻ സ്തോത്രം അവന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത ഒരുവനുണ്ട്. എന്റെ അതിക്രമങ്ങൾ നിമിത്തം, നിന്റെ അതിക്രമങ്ങൾ നിമിത്തം ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, നിന്റെ മ്ലേച്ഛമായിരിക്കുന്നു അല്ലെങ്കിൽ നിന്റെ പാപത്തിന് കാരണമായി തീർന്ന സകലതും അവൻ യേശുവിന്റെ മേൽ ആമേൻ സ്തോത്രം ആക്കി വെച്ചിട്ട് അവൻ ശിക്ഷാവിധിയിലേക്ക് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആരുടെ ശിക്ഷാവിധി? എന്റെ ശിക്ഷാവിധിയിലേക്ക് അവൻ നടന്നു കയറുകയാണ്. കാൽവരി മലയിൽ ആമേൻ അവൻ വെച്ച ഓരോ ചുവടും ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ ഭാരമാ ചുമന്നതെന്ന്, ആമേൻ സ്തോത്രം, എന്റെ ഭാരമാ ചുമന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്ന ഇടത്താ
എന്റെ വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത്. കർത്താവിന് സ്തോത്രം. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. പാസ്റ്റർ വിളിച്ചു, ബ്രദർ വിളിച്ചു, നിർബന്ധിച്ചു വിളിച്ചു. ആമേൻ സ്തോത്രം. എനിക്ക് രോഗമായിരുന്നു. രോഗം മാറാൻ വേണ്ടി ആരാണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പള്ളി വന്നു. കർത്താവിന് സ്തോത്രം. അവിടെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ രോഗം മാറി. പക്ഷേ ഞാൻ ഈ ക്രൂശ് ചുമന്നവരെ ശരിയാവണ്ണം അറിഞ്ഞിട്ടില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് വീട് കിട്ടി. ആമേൻ. എനിക്ക് സമ്പത്തുണ്ട്. എനിക്ക് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സൗകര്യമുള്ള നല്ല ജോലിയൊക്കെ ആയി. പക്ഷേ നീ നിന്റെ നാഥനെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല എങ്കിൽ ആമേൻ സ്തോത്രം, നിനക്ക് ലഭിച്ച ഈ അപ്പം കൊണ്ട് വലിയ പ്രയോജനമില്ല. ആമേൻ സ്തോത്രം. 5 അപ്പം 5000 പേർക്ക് വീതിച്ചു കൊടുത്തപ്പോ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അത് തിന്ന് തൃപ്തരായവരാണ് ആ 5000 പേരും, അല്ലേ? അതുകൊണ്ടാണല്ലോ 12 കുട്ട നിറയെ ബാക്കി വന്നത്. കർത്താവിന് സ്തോത്രം. ആമേൻ. കർത്താവ് കൊടുക്കുമ്പോൾ നല്ലതാ കൊടുത്തേ. നല്ല ഭക്ഷണമെല്ലാം കഴിച്ച്, നല്ല ബിരിയാണി എല്ലാം കഴിച്ച് ആമേൻ അനുഗ്രഹിക്കപ്പെട്ട് സന്തോഷിച്ച ജനം അതെല്ലാം അത്ഭുതകരമായി എൻ്റെ അപ്പച്ചന്റെ കരം കൊണ്ട് ഉണ്ടായതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അപ്പച്ചന്റെ കരത്തെ അപ്പച്ചന്റെ കരത്തിലൂടെ ലഭിച്ച അപ്പത്തെ തിരിച്ചറിഞ്ഞെങ്കിലും ആമേൻ സ്തോത്രം ആ കരം കാണാതെ പോയി. അതുകൊണ്ടല്ലേ ആമേൻ സ്തോത്രം യേശു കാൽവരി മലയിൽ ആമേൻ സ്തോത്രം ക്രൂശിതനാകുമ്പോൾ അവന്റെ ചുറ്റും 5000 പേരും പോയിട്ട് 5 പേരുണ്ടായിരുന്നില്ലല്ലോ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും ആമേൻ മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് വരുമ്പോൾ ആമേൻ സ്തോത്രം 120 പേരേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. എത്രയോ പേര് കണ്ടതാ. ആമേൻ സ്തോത്രം. അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ടതാ. കുരുടന് കേൾവി കാഴ്ച കൊടുക്കുന്നത് കണ്ടതാ. ചെകിടിന് കേൾവി കൊടുക്കുന്നത് കണ്ടതാ. ആമേൻ മുട്ടത്തൻ തുള്ളിച്ചാടി മാൻപേടയെ പോലെ നൃത്തം ചെയ്ത് ആമേൻ യേശു രാജാവാണെന്ന് ഓശാന പാടിയത് ആമേൻ സ്തോത്രം ഈ ജനമ എവിടെ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ജെരൂശലേമിന്റെ തെരുവീതികളിൽ ആമേൻ സ്തോത്രം അവൻ ക്രൂശ് ചുമന്ന് വേച്ച് അവന്റെ കാൽപാദം ഇടറി ആമേൻ പലയിടത്തും അവൻ വേച്ച് ആമേൻ നിലം പരിച്ചു ആമേൻ നിലത്തു വീഴുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്നും ആമേൻ രക്തം ആമേൻ ചാട്ടവാറ് അടികൾ കൊണ്ട് ആമേൻ സ്തോത്രം എല്ല് കഷണങ്ങളും ആമേൻ ഈ കട്ടികളും തൂക്കിയിട്ട് ചാട്ടവാറുകൊണ്ട് അവന്റെ ശരീരം ആമേൻ മുറിവേൽപ്പിച്ച് അവന്റെ വേദനയുള്ള ശരീരവുമായിട്ട് അവൻ ക്രൂശ് ചുമന്ന് നടന്നു പോയപ്പോൾ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എവിടെ ആമേൻ സ്തോത്രം ഓശാന പാടിയ നാവുകൾ എവിടെ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അപ്പം തിന്ന് ഭക്ഷിച്ച് തൃപ്തരായവരെവിടെ? കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ പൈതലെ, നിന്നെ ദൈവം വിളിച്ചത് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ കേവലം നശിച്ചു പോകുന്ന ഈ ലോകത്തിന്റെ നന്മകൾക്ക് വേണ്ടി മാത്രമല്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിന്നെ കണ്ടത് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ ഒരു ജോലി തന്ന് ആമേൻ നിന്നെ ആമേൻ സ്തോത്രം ഈ തെരുവീതികൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനല്ല. ആമേൻ തെരുവോരങ്ങളിൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് പിന്നാലെ മാറിപ്പോകാനല്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ശുശ്രൂഷ ജീവിതത്തിനകത്ത് എന്നെ ആമേൻ ഒത്തിരി കരയിപ്പിച്ച ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അതെല്ലാം സംഭവിച്ചത് ആമേൻ സ്തോത്രം നന്ദികേടിന്റെ സ്ഥലത്താ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും ദൈവത്തോടു കൂടെ. ആമേൻ സ്തോത്രം. ഇല്ലായ്മയുടെ സമയത്ത് ആമേൻ സ്തോത്രം കർത്താവിനോട് മുട്ടി ഉരുമി നിൽക്കുന്നവർ ആമേൻ സമൃദ്ധിയുടെ സുഖലോലുപതയുടെ മട്ടുപ്പാവിലെത്തുമ്പോൾ ആമേൻ സ്തോത്രം അവർക്ക് ആമേൻ സ്തോത്രം കർത്താവിനെ വേണ്ട, ദൈവദാസനെ വേണ്ട, ആമേൻ സ്തോത്രം കൂട്ടായ്മ വേണ്ട, ഒന്നും വേണ്ട, എന്നെ നിർബന്ധിക്കരുതെന്ന് പറയുവാൻ ഒരു വാക്യമുള്ളൂ. കർത്താവിന് സ്തോത്രം. എന്താ കാരണമെന്നറിയാമോ? അവന്റെ മുറിവിനെ കുറിച്ച് നമുക്ക് ബോധ്യമില്ല. ആമേൻ. അവന്റെ അടിപ്പിണറിനെ കുറിച്ച് നമുക്ക് ബോധ്യമില്ല. യേശുവിനെ പോലെ ഒരു ദൈവമില്ല. യേശുവിനെ പോലെ മറ്റാരുമില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നീ പാപിയായിരിക്കുമ്പോഴും റോമാലേഖനം 5:8 പറയുകയാണ് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നല്ല ആൾക്കാർക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ആമേൻ മരിക്കാൻ കണ്ടേക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ പാപികൾക്ക് വേണ്ടി ആര് മരിക്കും? കർത്താവിന് സ്തോത്രം. ക്രിസ്തുയേശുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ച് അവന്റെ സ്നേഹത്തെ ആമേൻ സ്തോത്രം അവൻ പ്രദർശിപ്പിച്ചു. വായിച്ചാട്ടെ 5:8 വാക്യം. റോമാലേഖനം 5:8 പറയുന്നു ആമേൻ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് നാം പാപികളായിരിക്കുമ്പോഴാ. ആമേൻ. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ക്രിസ്തുവോ എൻ്റെ അപ്പച്ചനോ ആമേൻ സ്തോത്രം ഞാൻ പാപിയായിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ അപ്പച്ചനെ അറിയാതിരുന്നപ്പോൾ, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാനൊരു ധൂർത്തപുത്രനായിട്ട് നടന്നപ്പോൾ, ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് പിന്നാലെ ഞാൻ നടന്നപ്പോൾ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ മ്ലേച്ഛത എനിക്ക് ഹരമായിരുന്നൊരു കാലമുണ്ടായിരുന്നു.
അന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ എനിക്ക് വേണ്ടി മരിച്ച് എന്നെ വീണ്ടെടുത്ത ദൈവം. ഹല്ലേലൂയ. ആ സ്നേഹത്തെ ആമേൻ സ്തോത്രം അവൻ പ്രദർശിപ്പിച്ചത് കാൽവരി മലയിൽ അവൻ എനിക്ക് വേണ്ടി മരിച്ചുകൊണ്ടാണ്. കർത്താവിന് സ്തോത്രം. എപ്പോ? അവൻ ഞാൻ പാപിയായിരുന്നപ്പോ ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് ആമേൻ സ്തോത്രം ഞാൻ പാപിയായിരുന്നപ്പോഴാണ്, ഞാൻ നന്നായപ്പോഴല്ല. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ഈ സ്നേഹത്തെ വിട്ട് കർത്താവിന് സ്തോത്രം ഞാൻ എവിടെ പോകും? ഒന്ന് പറഞ്ഞേ, ഈ സ്നേഹത്തെ വിട്ട് ഞാൻ എവിടെ പോകണം? കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ഈ സ്നേഹത്തെ വിട്ട് അവൻ അതിലും മേൽത്തരമായിരിക്കുന്ന ഒരു സ്നേഹം അവൻ ഈ ലോകത്തിലുണ്ടോ? അവൻ സ്തോത്രം ഹല്ലേലൂയ. നിന്റെ ആമേൻ സ്തോത്രം നിന്റെ മാതാപിതാക്കൾ, നിന്റെ കുഞ്ഞുങ്ങൾക്കും നിന്റെ ജീവിത പങ്കാളിക്കും തരാൻ കഴിയാത്ത ആ നല്ല സ്നേഹം. കർത്താവിന് സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഒരു ചില കാര്യങ്ങളാണ്. ആമേൻ പ്രവാസികളായി ആമേൻ നാട്ടിൽ ചെന്ന ആൾക്കാരെ ആമേൻ സ്വന്തം വീട്ടുകാർ പോലും കേട്ടുന്നില്ല. ആമേൻ ഹല്ലേലൂയ. ഒരു സഹോദരി ആമേൻ നാട്ടിലെ വേറെ ഏതോ സ്റ്റേറ്റിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ആമേൻ സ്തോത്രം ഭർത്താവിന്റെ വീട്ടിൽ ചെന്നു, അവര് പൂട്ടി. ഭർത്താവിന്റെ വീട്ടിൽ ചെന്നു, അവര് കയറ്റിയില്ല. ഭാര്യയുടെ ആമേൻ സ്തോത്രം കുഞ്ഞിന്റെ കൊച്ചിന്റെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് ചെന്നപ്പോ അവര് അവരുടെ സ്വന്തം അമ്മ വീട് ലോക്ക് ചെയ്ത് വേറെ എങ്ങോ പോയി കളഞ്ഞു. കർത്താവിന് സ്തോത്രം. ലോകത്തിന്റെ സ്നേഹം അതുപോലെയൊക്കെയാണ്. ആമേൻ സ്തോത്രം. ഇതുപോലെ ഇത്രയും ഒരു എക്സ്റ്റെന്റിലേക്കൊന്നും പോയില്ലെങ്കിലും പ്രിയമുള്ളവരെ ആമേൻ സ്തോത്രം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പാപികളായിരുന്നപ്പോഴും ആമേൻ സ്തോത്രം കോവിഡ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാ ദൈവം നമുക്ക് വേണ്ടി മരിച്ചത്. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ സ്തോത്രം ആ സ്നേഹത്തെ നമ്മൾ അറിയണം. നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം ആമേൻ സ്തോത്രം യേശു ആയിരിക്കണം. പ്രിയമുള്ളവരെ കർത്താവിന് സ്തോത്രം. നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം യേശു അല്ല എങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം ആമേൻ സ്തോത്രം ആമേൻ മലകളും കുഴികളും നിറഞ്ഞതായിരിക്കും. ആമേൻ സ്തോത്രം. ചിലപ്പോൾ അതങ്ങ് പീക്കിൽ വരും, ചിലപ്പോൾ അതങ്ങ് താഴത്തെ കുഴിയിലേക്ക് അങ്ങ് പോകും. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ദൈവദാസന്മാര് വീഴുന്ന കാലമാണ്. ദൈവദാസന്മാര് ആമേൻ സ്തോത്രം വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്ന കാലമാണ്. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. 5-ാമത്തെ അധ്യായം അതിന്റെ 1-ാം വാക്യം വായിച്ചേ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തിന്റെ ആധാരം എന്താ? ആമേൻ. നിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആധാരം എന്താ? ദൈവത്തിന്റെ വചനം പറയുക, നീ നീതീകരിക്കപ്പെട്ടത് നിന്റെ മിടുക്കുകൊണ്ട് ആണെന്നാണോ എഴുതിയിരിക്കുന്നത്? കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. നീ അമ്പലത്തിൽ കൊടുത്ത നേർച്ച കാഴ്ചയാണോ നിന്നെ നീതീകരിപ്പാൻ ഇടയായത്? നീ പാപിയായിരുന്ന മനുഷ്യൻ, നിനക്ക് വേണ്ടി മരിപ്പാൻ എന്റെ യേശു ആമേൻ സ്തോത്രം ക്രൂശിൽ ആമേൻ തിരുഹിതമായി അവൻ തന്റെ ജീവനെ നമുക്ക് വേണ്ടി ഒഴുക്കിക്കളഞ്ഞു. കർത്താവിന് സ്തോത്രം. 1-ാമത്തെ വാക്യം പറയുക, എന്നിട്ട് നിന്നെ നീതീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആമേൻ സ്തോത്രം നിന്റെ മിടുക്കുകൊണ്ടല്ല, പിന്നെയോ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ചേർന്ന് പറഞ്ഞ്, ഞാൻ നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാ. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നിന്റെ നീതീകരണത്തിന്റെ അടിസ്ഥാനം നിന്റെ സഭയല്ല, നിന്റെ കൂട്ടായ്മയല്ല, നിന്റെ ദൈവദാസനല്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് വിളിച്ച ആമേൻ സഹോദരിയല്ല. അവര് വീഴാതിരിക്കുകയും ചെയ്യട്ടെ. നിന്റെ നീതീകരണത്തിന്റെ ആമേൻ സ്തോത്രം നീ നിൽക്കുന്നത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാ. ചേർന്ന് പറഞ്ഞ്, ഞാൻ നിൽക്കുന്നത് യേശുവിലുള്ള വിശ്വാസത്താലാ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഈ ലോകം മുഴുവൻ ആമേൻ കറപ്റ്റഡ് ആയാലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് മരിച്ച യേശുവും ആമേൻ സ്തോത്രം അവന്റെ ക്രൂശുമരണവും ഒരിക്കലും വൃഥാവാകത്തില്ല. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. 1-ാം വാക്യം പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. ഏത് വിശ്വാസത്താൽ? യേശുവിലുള്ള വിശ്വാസത്താൽ. യേശു സാക്ഷാൽ ദൈവമായിരിക്കെ. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിനകത്തേക്ക് കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം ആമേൻ സ്തോത്രം അതിന്റെ 6 മുതലാണ് തോന്നുന്നു. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. അവൻ ഈ താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ മനുഷ്യന്റെ രൂപമെടുത്തു. 2-ന്റെ 5-ാം വാക്യം. കർത്താവിന് സ്തോത്രം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത മനുഷ്യ സദൃശ്യത്തിലായി. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ആമേൻ മനുഷ്യ സദൃശ്യനായി ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ദാസരൂപമെടുത്ത മനുഷ്യ സദൃശ്യത്തിലായി. കർത്താവിന് സ്തോത്രം. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ എന്ന് പറഞ്ഞാൽ ദൈവമായിരിക്കെ, ദൈവപുത്രനായിരിക്കെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു കേവലം താണ ജോലിയിലേക്ക് അവൻ വരികയാണ്. ആമേൻ സ്തോത്രം മനുഷ്യന്റെ രൂപത്തിലേക്ക് അവൻ വരികയാണ്. ആമേൻ സ്തോത്രം. അടുത്ത വാക്യം പറയുന്നു, തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ.
ദൈവവചനം പറയുകയാ, അവൻ തന്നെത്താനെ ആമേൻ സ്തോത്രം ഉയർത്തി എന്നല്ല എഴുതിയിരിക്കുന്നത്, പിന്നെയോ തന്നെത്താനെ താഴ്ത്തി. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. മനുഷ്യനായി മനുഷ്യന്റെ രൂപമെടുത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഈ ദൈവം ആമേൻ സ്തോത്രം സ്വർഗ മഹോന്നതങ്ങളെ വെടിഞ്ഞ് ഈ താണ ഭൂമിയിൽ ബത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ ആമേൻ സ്തോത്രം ഒരു കന്യകയിൽ ഭൂജാതനായി എന്ന് നീ വിശ്വസിക്കണം. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തിന്റെ ആധാരം എന്താ? ആമേൻ സ്തോത്രം മനോജ് പാസ്റ്ററാണോ? കർത്താവിന് സ്തോത്രം. എന്നെ കൊണ്ടുവന്ന മനോജ് പാസ്റ്റർ മാത്രമേ എനിക്കറിയത്തുള്ളൂ. നിന്റെ കാര്യം കഷ്ടത്തില. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നിനക്കൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽ അറിയേണ്ട ഒരുവനുണ്ട്. ആമേൻ സ്തോത്രം. ദാസരൂപമെടുത്ത് ആമേൻ സ്തോത്രം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ നിനക്ക് വേണ്ടി ഇറങ്ങി, നീ പാപിയായിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി മരിച്ചു എന്ന് ഇന്ന് പകൽ നീ വിശ്വസിക്കണം. അത് മരിച്ചത് ഒരു പുണ്യവാളൻ അല്ല. ആമേൻ സ്തോത്രം. ഒരു പുണ്യവാളത്തി അല്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഒരു ദേവനുമല്ല, ഒരു ദേവിയുമല്ല. കർത്താവിന് സ്തോത്രം. മരിച്ചത് ദൈവപുത്രനാ. അവന് തുല്യം ചൊല്ലാൻ വേറൊരു ദൈവപുത്രൻ ഉണ്ടായിരുന്നില്ലല്ലോ. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. അവന്റെ ഒപ്പം നിർത്തുവാൻ ആർക്ക് സാധിക്കും? മറിയയ്ക്ക് സാധിക്കുമോ? പറ്റത്തില്ല സഹോദരന്മാരെ. കർത്താവിന് സ്തോത്രം. മറിയ ജനിച്ചത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ. മറിയ ജനിക്കുന്നതിന് 14 തലമുറ മുമ്പ് ജീവിച്ച ആമേൻ അബ്രാഹത്തിന് മുമ്പേ ഉള്ളവന്റെ കാര്യമാണ് ഞാൻ ഇന്ന് പകൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ സ്തോത്രം. യോഹന്നാന്റെ ലേഖനം, ആമേൻ യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 58-ാമത്തെ തിരുവചനം മറന്നു പോകരുത്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. വായിച്ചാട്ടെ. ആമേൻ ഡിസ്പ്ലേ ഇട്ടാട്ടെ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. യോഹന്നാൻ 8:58 യേശു പറയുക, അബ്രാഹത്തിന് മുൻപേ ഞാൻ ഉണ്ട്. കർത്താവിന് സ്തോത്രം. ഇട്ടാട്ടെ. യോഹന്നാൻ 8:58 എല്ലാവരും കാണട്ടെ. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം 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 ഹല്ലേലൂയ. എവിടെ പോയി? കാണുന്നില്ലല്ലോ. ആമേൻ ഹല്ലേലൂയ. എല്ലാവരും ബൈബിൾ എടുക്കുന്ന എല്ലാവരും എടുത്ത് വായിച്ച. കർത്താവിന് സ്തോത്രം. യോഹന്നാൻ 8:58 ആമേൻ ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അബ്രാഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അബ്രാഹാം ജനിക്കുന്ന സമയത്ത് ആമേൻ ആമേൻ സ്തോത്രം മറിയയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കർത്താവിന് സ്തോത്രം. അബ്രാഹത്തിന്റെ 14 തലമുറ. ആമേൻ സ്തോത്രം. എന്റെ അറിവ് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ 12, 14 എന്റെ വിശ്വാസം. ആമേൻ 1400 ഒരു 1000 വർഷം ഒന്ന് കൂട്ടിക്കോ. 1000 വർഷത്തിന് ശേഷം ജനിക്കുന്നതാ മറിയ. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. മറിയത്തിന്റെയും ആമേൻ സ്തോത്രം അപ്പുറം സംഭവിക്കുന്ന കർത്താവിന്റെ കാര്യം. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. മറിയയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെയും അപ്പുറം സംഭവിക്കുന്ന കാര്യം. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു പറയുക, അബ്രാഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. ആമേൻ. ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടവന്റെ കാര്യം, ആമേൻ ആകാശത്തെ വിരിച്ചവന്റെ കാര്യമാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. അവന്റെ പേരാ യേശു. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം. ഇന്ന് നിനക്ക് വിശ്വാസത്തിൽ ഉറപ്പുണ്ടേലും വിശ്വാസത്തിൽ ഉറപ്പില്ലേലും ഇന്ന് പകൽ കേൾക്കുന്ന ഈ വാക്ക് നിന്റെ ജീവിതത്തിൽ മറക്കരുത്. കർത്താവിന് സ്തോത്രം. നീ നോക്കേണ്ടത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ആകാശത്തിന് അടിസ്ഥാനമിട്ട് ആമേൻ വിരിച്ച ഭൂമിക്ക് അടിസ്ഥാനമിട്ടവന്റെ പേരാ. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാ, ആമേൻ അവനിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. കർത്താവിന് സ്തോത്രം. നീ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല. ആമേൻ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരുന്നത് കൊണ്ടല്ല. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ നിനക്കൊരു ജോലി കിട്ടും. ആമേൻ. അല്ലെങ്കിൽ ആമേൻ സ്തോത്രം രോഗം മാറുമായിരിക്കും, അല്ലെങ്കിൽ കഷ്ടത മാറുമായിരിക്കും. നിന്റെ പ്രാർത്ഥിച്ച ആമേൻ സ്തോത്രം മേ എനിക്ക് തരണമേ ലിസ്റ്റിനകത്ത് കുറെ കാര്യങ്ങൾ നടന്നു കാണുമായിരിക്കും. കർത്താവിന്റെ സ്തോത്രം. നീ നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താല്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. നിന്റെ വിശ്വാസം ഉറയ്ക്കട്ടെ. യേശുവിൽ നിന്റെ വിശ്വാസം ആഴമായിട്ട് രൂപപ്പെടട്ടെ. ആമേൻ സ്തോത്രം. കുഞ്ഞുങ്ങൾ തിരിഞ്ഞു പോകുന്ന ഒരു കാലം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ചിൽഡ്രൻ, ആമേൻ അടുത്ത ജനറേഷൻ ആമേൻ സ്തോത്രം ഗെയിമിന്റെ പിന്നാലെ പോയി നെറ്റ്വർക്ക് ഗെയിംസും ആമേൻ ഒക്കെ ആയിട്ട് ആമേൻ സ്തോത്രം അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. ഡ്രഗ്സും ആമേൻ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കറിയാൻ പാടില്ലാത്ത എത്രയോ കാര്യങ്ങൾ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ വെറുതെ അതിശയോക്തി പറഞ്ഞതല്ല, സത്യസന്ധമായിട്ട് പറയുന്നതാ. നമുക്ക് ചിന്തിച്ചാലും നമുക്ക് ആമേൻ എത്ര വിചാരിച്ചാലും പിടിക്കാൻ പറ്റാത്തതുപോലെ അത്രയും ആമേൻ സ്തോത്രം അതിശയകരമായിരിക്കുന്ന മേഖലകളിൽ നമ്മുടെ അടുത്ത ജനറേഷൻ പോയി കഴിഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. അവരെ അതിനകത്തേക്ക് വലിച്ചെത്തിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലമാണ്.
കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം യേശുവിൽ ഉറക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസം യേശുവിൽ ആഴപ്പെടട്ടെ. ആമേൻ, വേരുകൾ ഇറങ്ങട്ടെ. ഇന്ന് പകൽക്കാലം എന്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുവാൻ, ആമേൻ, അന്ത്യശ്വാസത്തോളം പറയുവാൻ, ആമേൻ, സ്വർഗത്തിലെ ദൈവം നിനക്കിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൃപലും നൽകട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥന ഇതാ, സ്വർഗത്തിലെ ദൈവം നിന്നെ ഉറപ്പിക്കട്ടെ, യേശുവിൽ ഉറപ്പിക്കട്ടെ. അവനിൽ വേരൂന്നി, കർത്താവിന് സ്തോത്രം, അവനിൽ നിന്ന് ഫലം കായ്പാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം, ആമേൻ, റോമാലേഖനം, ആമേൻ, 8:1 നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. ആമേൻ, 5:1 വായിച്ചത് ഇങ്ങനെയാണ്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനം ഉണ്ടായത് എങ്ങനെയാ? എബ്രായ ലേഖനത്തിനകത്ത് പറയുന്നു, ആമേൻ സ്തോത്രം, അവന്റെ രക്തം മുഖാന്തരമായിട്ട് നമുക്ക്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ദൈവസന്നിധിയിലേക്ക്, കൃപയുടെ സന്നിധിയിലേക്ക് തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് അതിധൈര്യത്തോടെ അടുത്തു വരുവാനായിട്ട് സാധിക്കും. എങ്ങനെ സാധിക്കും? ആമേൻ സ്തോത്രം. മഹാപുരോഹിതൻ, ആമേൻ, അരയിൽ, ആമേൻ സ്തോത്രം, ഒരു ചരട് കെട്ടി അതിന്റെ അറ്റത്ത് ഒരു മണി കിലുക്കി, ആമേൻ സ്തോത്രം, അതിന്റെ അറ്റത്തുള്ള കയറ്, ആമേൻ, പുറത്തേക്കിട്ട്, ആമേൻ, അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറുമുള്ള, ആമേൻ, പാപ പരിഹാരത്തിനായിട്ട്, ദ ഗ്രേറ്റ് ഡേ ഓഫ് അറ്റോൺമെന്റ്, മഹാപാപ പരിഹാര ദിനത്തിനകത്ത്, ആമേൻ, ശുശ്രൂഷിക്കാൻ കടന്നു പോയിട്ട് തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതെ ടാറ്റ പറഞ്ഞ് അകത്തു കയറുമ്പോൾ, ആമേൻ സ്തോത്രം, ഞാനും നീയും അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ആമേൻ സ്തോത്രം, പാടി കടന്നു കയറുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നും അച്ഛന്മാരുടെയൊക്കെ അരയില്, ആമേൻ, ആ ചരടുണ്ട്. ഇന്നും അവർ അവിടെ നിൽക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ആരും വിഷമം വിചാരിക്കരുത്, സത്യം പറഞ്ഞതാ. ആമേൻ സ്തോത്രം. പുരോഹിതന്റെ അരയിൽ, ആമേൻ, ചരട് മാറ്റി. ആമേൻ, ഇനി ആ ചരടിന്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് അറിയാമോ? യേശു ക്രിസ്തുവിന്റെ മുറിവിലൂടെ ഒഴുകിയ ചോര. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആ ചോരയിൽ നീ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട് കർത്താവിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനത്തിനകത്ത് വിളിച്ചു പറയുകയാണ്, ആമേൻ സ്തോത്രം, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിരിക്കുന്ന നിന്റെ നടപ്പിൽ നിന്ന്, നിന്റെ പഴയ നടപ്പിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് തുടങ്ങിയ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു യേശു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായിരിക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലത്രേ. കർത്താവിന് സ്തോത്രം. നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത്, ആമേൻ സ്തോത്രം, പണം കൊടുത്തല്ല, സ്വർണം കൊടുത്തിട്ടല്ല, വെള്ളി കൊടുത്തിട്ടല്ല, കാശ് രൂപം ഉണ്ടാക്കിയിട്ടല്ല, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, കോഴിയെ കൊന്നു ചോര ഒഴുക്കിയിട്ടല്ല, കർത്താവിന് സ്തോത്രം, തുലാഭാരം വെച്ചിട്ടല്ല, എണ്ണ കൊടുത്തിട്ടല്ല, മെഴുകുതിരി കത്തിച്ചിട്ടല്ല, പൂമാല ഇട്ടിട്ടല്ല, പിന്നെയോ ഒരുവൻ കാൽവരി മലയിൽ യാഗമായതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിന്റെ വിശ്വാസം യേശുവിൽ ഉറക്കട്ടെ. കർത്താവിന് സ്തോത്രം. പറഞ്ഞേ, എന്റെ വിശ്വാസം എന്റെ യേശുവില. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഒരു പാസ്റ്റർ വീണാലും, ആമേൻ സ്തോത്രം, ദൈവദാസന്മാരെ മുഴുവൻ വീണാലും ഞാൻ അന്നേരവും പാടും, ആമേൻ സ്തോത്രം, ഗീതം ഗീതം, ജയ ജയ ഗീതം, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഒഴിഞ്ഞു കിടക്കുന്ന കല്ലറയെ കുറിച്ച് ഞാൻ സ്തോത്രം പാടും. കർത്താവിന് സ്തോത്രം. സകല മഹാന്മാരും, ഉലക മഹാന്മാരും മുഴുവൻ, ആമേൻ സ്തോത്രം, കല്ലറയ്ക്കകത്ത് അടഞ്ഞു കിടക്കുമ്പോൾ, ആമേൻ, കുറ്റി തുറക്കാൻ പറ്റാതെ, ആമേൻ വിഷമിച്ച്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അനങ്ങാൻ പറ്റാതെ കിടക്കുമ്പോൾ, ആമേൻ സ്തോത്രം, ഒരുവന്റെ കല്ലറ മാത്രം ഇന്ന് പകൽക്കാലം തുറന്നു കിടക്കുകയാ. അതെന്റെ യേശുവിന്റെ കല്ലറയാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആര് വീണാലെന്ത്, ആര് പുറത്താക്കിയാലെന്ത്, ആര് അകത്താക്കിയാലെന്ത്, ആര് പ്ലാറ്റ്ഫോം തന്നാലെന്ത്, തന്നില്ലെങ്കിലെന്ത്, നിന്റെ വിശ്വാസം യേശുവിലായിരിക്കട്ടെ ദൈവ പൈതലേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ലൈറ്റ് ഹൗസ് ഉണ്ടേലുണ്ട്, ഇല്ലെങ്കിലെന്ത്, കർത്താവിന് സ്തോത്രം. ദൈവസഭ കർത്താവ് പണിയും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിച്ചാട്ടെ. ചിലർക്ക് പ്രശ്നം, ഹല്ലേലൂയ, ചിലർക്ക് പ്രശ്നം, ഹല്ലേലൂയ, ആമേൻ, കല്ലറയാ. കർത്താവിന് സ്തോത്രം. മരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? കർത്താവിന് സ്തോത്രം. ഇപ്പൊ കാണാൻ മേലെ. കർത്താവിന് സ്തോത്രം. കല്ലറ ഇല്ലെന്ന് പറഞ്ഞ് പള്ളിക്കകത്ത്, ആമേൻ സ്തോത്രം, ഉറപ്പോടെ ആരാധിക്കാതിരുന്ന പുള്ളികളൊക്കെ ഇപ്പൊ, ആമേൻ സ്തോത്രം, ചാക്കി കെട്ടി വലിച്ച് കുഴിനകത്തേക്ക് വലിച്ചെറിയുകയാണ്. ആമേൻ സ്തോത്രം. തൊടാൻ വീട്ടുകാർ പോലും ഇല്ലല്ലോ. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കേട്ടു, മേഴ്സി ഏഞ്ചൽസ്. കർത്താവിന് സ്തോത്രം. ആമേൻ, ആരും വേണ്ടാതെ ഉപേക്ഷിക്കുന്ന മൃതദേഹങ്ങൾ എടുത്ത്, ആമേൻ, അവരവരുടെ വിശ്വാസം അനുസരിച്ച്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഒരു പ്രാർത്ഥന ചൊല്ലി, ആമേൻ, കൊണ്ടയിടുന്ന കുറെ IT കുഞ്ഞുങ്ങളെ കുറിച്ച്. കർത്താവിന് സ്തോത്രം. ബാംഗ്ലൂരിൽ കുഴിയെടുത്ത് ഗാർബേജ് ബാഗിനകത്ത്, ആമേൻ സ്തോത്രം, മരിച്ച ശവശരീരങ്ങൾ വലിച്ചെറിയുമ്പോൾ, കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് പകൽ നമ്മൾ ആലോചിക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കല്ലറയുടെ കാര്യം പറഞ്ഞൊക്കെ വിശ്വാസത്തെ ജീവിതത്തെ ഉപേക്ഷിച്ച ആൾക്കാരുണ്ട്. ഇന്ന് കത്തിക്കാനും ഇല്ല, കുഴിയിലിടാനും ഇല്ല, കുഴി പോലും ഇല്ലാത്ത അവസ്ഥയായി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഞാൻ ഈ പറയുമ്പോൾ നമ്മൾ ആരും വിഷമിക്കരുത്, സത്യമാ പറയുന്നേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ പത്രത്തിൽ വരുന്ന വാർത്തകൾ, അല്ലെങ്കിൽ നമ്മൾ പലതും ഇതൊന്നും കേട്ടിട്ടില്ല. സത്യത്തിൽ ഈ കേട്ടതിലൊക്കെ എത്രയോ അധികമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നേ. അവൻ ഒരു കുഴിക്കകത്ത് ഒത്തിരി പേര്, ഒത്തിരി ശരീരങ്ങൾ.
കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കുഴിച്ചിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് തല്ലുണ്ടാക്കുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ സെമിത്തേരിയിലെ ആൾക്കാർ, ആമേൻ സ്തോത്രം, ആമേൻ 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 ക്രീമേഷൻ അല്ലെങ്കിൽ ആമേൻ സ്തോത്രം കത്തിക്കുന്ന സ്ഥലത്ത്, ആമേൻ ദഹിപ്പിക്കുന്ന സ്ഥലത്ത് ഇനി ഡെഡ് ബോഡി കൊണ്ടുവരരുതെന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ വഴക്കുണ്ടാകുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, ആമേൻ സ്തോത്രം. നമ്മുടെ ലോകം നിൽക്കുന്നത് വല്ലാത്ത സാഹചര്യത്തിലാണ്. ഇന്ന് പകൽ വിശ്വസിക്കണം, കർത്താവിന് സ്തോത്രം, എന്റെ വിശ്വാസം യേശുവിലായിരിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, നീ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നിനക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഈ സമാധാനം നമുക്ക് വേറെ ആർക്കും തരാൻ സാധ്യമല്ല. അങ്ങനത്തെ ഒരു പേരുണ്ടെങ്കിൽ എന്റെ അടുത്ത് കൊണ്ടുപോവാ. ആമേൻ. നിനക്ക് വേണ്ടിയിട്ട് മാത്രം ഞാനൊരു ബൈബിൾ ക്ലാസ് എടുക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ സ്തോത്രം, നമുക്ക് ദൈവത്തോട് സമാധാനമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരമായിട്ട്. ആമേൻ. ഏദൻ തോട്ടത്തിൽ ആദാമിയ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ഒരുവൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ, അത് യേശുവ. വേറെ ആരെങ്കിലും രക്തസാക്ഷി ആയിട്ടുണ്ടത് അത് യേശുവിന് വേണ്ടിയാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധ സെബാസ്ത്യാനോസോ ആമേൻ ഗീവർഗീസോ ഒക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ, അവരൊക്കെ വിശുദ്ധന്മാരായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, അവരാരും മരിച്ചത് നിനക്ക് വേണ്ടിയല്ല. കർത്താവിന് സ്തോത്രം. എനിക്കിത് പറയാൻ ആമേൻ സ്തോത്രം, ഞാനിത് പറയണമല്ലോ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി നീ പാപിയായിരുന്നപ്പോൾ മരിച്ചവൻ യേശു മാത്രമാണെന്ന് ഈ പുസ്തകം പറയുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പുസ്തകം കണ്ടോ? കർത്താവിന് സ്തോത്രം. വേറെ ഏതെങ്കിലും പുസ്തകമാണെന്ന് വിശ്വസിക്കുന്നു? ബൈബിൾ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. അബ്രഹത്തിന് മുമ്പേയുള്ള, യോസഫിന് മുൻപേയുള്ള, യോസഫും മറിയയും കൂടി ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദേവാലയത്തിന് മുമ്പിൽ ആമേൻ നഷ്ടപ്പെട്ട സ്വന്തം കുഞ്ഞിനെ കാണാതെ വിഷമിച്ചിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രിയ മകൻ നിന്ന് ആമേൻ സ്തോത്രം താർക്കികന്മാരോടും ശാസ്ത്രിമാരോടും ദൈവവചനം പ്രസംഗിക്കുക. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. മറിയ വന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ, നിന്നെ കുറിച്ച് ഓർത്ത് ഞങ്ങൾ എത്ര വിഷമിച്ചു, ഞാനും നിന്റെ പിതാവും എത്ര ഭാരപ്പെട്ടു എന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറയുക, ആമേൻ സ്തോത്രം, ഞാൻ എന്റെ പിതാവിന്റെ ആമേൻ സ്തോത്രം ബിസിനസിനകത്തായിരിക്കേണ്ടതല്ലയോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യോസഫിനോട് പറയുക, ഞാൻ എന്റെ അപ്പന്റെ വേലയിൽ വ്യാപൃതമാകേണ്ടതല്ലയോ? കർത്താവിന് സ്തോത്രം. യോസഫ് ഒന്നും തിരിച്ചു പറഞ്ഞതായിട്ട് അവിടെ എഴുതിയിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാ തിരിച്ചു പറയുന്നേ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. മറിയ ഒരു വാക്ക് മിണ്ടിയിട്ടില്ലല്ലോ, അല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കർത്താവിന് സ്തോത്രം. മറിയക്ക് അറിയാവുന്നത് പോലെ യേശുവിനെ ഈ ലോകത്തിൽ ആർക്കറിയാം എന്റെ പൊന്നു സഹോദരന്മാരെ? എന്നിട്ട് മറിയയുടെ പേര് പറഞ്ഞ് നീ അഹങ്കരിക്കുന്നു. കർത്താവിന് സ്തോത്രം. മറിയ പറഞ്ഞത് ആമേൻ സ്തോത്രം, അവൻ പറയുന്നത് പോലെ പോയി ചെയ്യാനാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ സ്തോത്രം നിന്നോട് എനിക്ക് പറയുവാനുള്ളതും അത് തന്നെയാ. ആമേൻ സ്തോത്രം. ഒരു നല്ല അമ്മയായിട്ട് നിന്റെ ആമേൻ സ്തോത്രം മറിയ എന്ന് പറഞ്ഞു നടക്കുന്ന ആമേൻ ആ നല്ല അമ്മച്ചിയെ നിനക്ക് വിശ്വാസമുണ്ട്, ആമേൻ സ്തോത്രം, മറിയ പറയുന്നത് പോലെ ചെയ്യ്. യേശുവിനെ നീ അനുസരിക്കുക. കർത്താവിന് സ്തോത്രം. അവരെന്തെങ്കിലും പറയുന്നുവെങ്കിൽ അതുപോലെ ചെയ്യും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി വിഷമിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ആമേൻ സ്തോത്രം ഞാൻ കേൾപ്പാനിടയായി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്നെ ചിന്തിപ്പിച്ച വിഷയമാ ഇതാ. ആമേൻ സ്തോത്രം. സഭകൾ വിശ്വാസം പറയട്ടെ, വിശ്വാസം പ്രസംഗിക്കട്ടെ. യേശുവിനുള്ള വിശ്വാസം എന്തെന്ന് ജനം അറിയട്ടെ. കർത്താവിന് സ്തോത്രം. ഒരു കാറ് കിട്ടാൻ വേണ്ടിയല്ല, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല. കർത്താവിന് സ്തോത്രം. അതെല്ലാം നിനക്ക് കിട്ടും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അത് കിട്ടാൻ വേണ്ടി ആരും സഭയിൽ വരും, അത് കിട്ടാൻ വേണ്ടിയിട്ടല്ല. കർത്താവിന് സ്തോത്രം. നിനക്കൊരു ജീവനുണ്ട്. ആമേൻ സ്തോത്രം. യേശു ക്രൂശിക്കപ്പെട്ടപ്പോ, യേശു ശിക്ഷാവിധി ഏറ്റുവാങ്ങിയപ്പോ നിനക്കുണ്ടായത് സമാധാനമാ. ഒന്ന്, സമാധാനം കിട്ടി. എനിക്ക് സമാധാനം കിട്ടി. പറഞ്ഞേ, എനിക്ക് സമാധാനം കിട്ടി. ഇന്ന് പകൽ നിനക്ക് സമാധാനം ഉണ്ട് ദൈവ പൈതലേ. കർത്താവിന് സ്തോത്രം. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരുവൻ ശിക്ഷ ഏറ്റുവാങ്ങിയത് കൊണ്ട്. ഒരുവൻ കാൽവരി മലയിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിന്റെ അതിക്രമത്തിന്റെ ഭാരം ചുമന്നുകൊണ്ട് വേച്ച് നടന്നു പോകുവാൻ തിരുവുള്ളമായതുകൊണ്ട് ആമേൻ അവൻ അഖിലാണ്ടത്തിന്റെ ഉടയവനാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഒരു സഭയുടെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവദാസനൊന്നുമല്ല. കർത്താവിന് സ്തോത്രം. ആമേൻ. അവൻ അഖിലാണ്ടത്തെ ആമേൻ ഉണ്ടാക്കിയ ആമേൻ സ്തോത്രം യൂണിവേഴ്സിന്റെ തച്ചനാ. ദി കാർപ്പന്റർ ഓഫ് ദി യൂണിവേഴ്സ്. കർത്താവിന് സ്തോത്രം. അവൻ യോസഫ്, നസറേത്തിലെ യോസഫ് എന്ന് പറയുന്ന അവൻ ഒരു കൊച്ചു കാർപ്പന്ററുടെ കുഞ്ഞൊന്നും അല്ല. ആമേൻ സ്തോത്രം. അവൻ ഉണ്ടാക്കിയത് മേശയും കസേരയുമല്ല. അവൻ ഉണ്ടാക്കിയത് നക്ഷത്രങ്ങളെയും ഭൂമിയെയും ആകാശത്തെയും വെള്ളത്തെയും കടലിനെയും ഒക്കെയാ. കർത്താവിന് സ്തോത്രം. ആരാ? യേശു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. കൂട്ടത്തിൽ ഒന്നായിട്ട് ഇപ്പോൾ എക്യൂമെനിക്കിൽ ആമേൻ സ്തോത്രം സകലരും ഒന്നായിട്ട് ഒക്കെ നമുക്ക് അങ്ങ് പോകാമെന്ന് പറയാ. എന്റെ പൊന്നു കുഞ്ഞെ,
അറിയാം, എന്റെ യേശുവിന്റെ വലിപ്പത്തിന് മുന്നിൽ നിൽപ്പാൻ ആർക്ക് സാധിക്കും? ആമേൻ, ആമേൻ. ഈ യൂണിവേഴ്സിനകത്ത് ഒരൊറ്റ ഒന്നിനെ കാണിക്കാമോ? ആമേൻ. ഐ ചാലഞ്ച് യു. കർത്താവിന് സ്തോത്രം. യേശുവിന് മുമ്പിൽ വെക്കുവാൻ പറ്റിയ ഒന്നിനെ, ആമേൻ സ്തോത്രം, ഒന്ന് ക്ലോൺ ചെയ്ത് കാണിക്കാമോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അല്ലെന്ന് പറഞ്ഞാൽ നീ ഈ ലോകം വിട്ടു പോകണം. ആമേൻ സ്തോത്രം. നിന്റെ കലണ്ടറും കൊണ്ട് പോയിക്കോണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തെ വെട്ടി, ആമേൻ സ്തോത്രം, ചരിത്രത്തിന്, ആമേൻ സ്തോത്രം, ഡിവിഷൻ ഉണ്ടാക്കി വെച്ചു. കർത്താവിന് സ്തോത്രം. ആമേൻ യേശു വരവറിയിച്ചത് ഒരുത്തരും പറയരുത്. കർത്താവിന് സ്തോത്രം. ആമേൻ. യേശുവിന് മുമ്പും യേശുവിന് പിമ്പും എന്ന് 2 കാലം മാത്രമേ ആമേൻ ഭൂമിയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിനുള്ളൂ. അത് ഏത് മതക്കാരനായിരുന്നാലും, ഏത് ഭാഷക്കാരനായിരുന്നാലും, ഏത് വർഗക്കാരനായിരുന്നാലും, ഒന്നുകിൽ യേശുവിന് മുമ്പ് അല്ലെങ്കിൽ യേശുവിന് പിൻപ്. അല്ലെന്ന് പറയുവാൻ ധൈര്യമുണ്ടോ നിരീശ്വരവാദി? കർത്താവിന് സ്തോത്രം. അല്ലെന്ന് പറയുവാൻ ധൈര്യമുണ്ടോ? ആമേൻ സ്തോത്രം, സൈന്റോളജിക്കാരാ? അല്ലെന്ന് പറയുവാൻ ധൈര്യമുണ്ടോ ക്രിസ്റ്റാഡൽഫുകാരനെ? ആമേൻ. കർത്താവിന് സ്തോത്രം. ആമേൻ. യേശുവില്ലാത്ത ജീവിതം, ആമേൻ സ്തോത്രം, നീ വല്ല സ്പേസിലും പോയി ജീവിക്കണം. കർത്താവിന് സ്തോത്രം. എന്നാലും അവിടെയുണ്ട്. കാരണം എന്താ? ആമേൻ സ്തോത്രം, നക്ഷത്രങ്ങളെ വലങ്കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നവന്റെ കാര്യമാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, അവനിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. ആമേൻ സ്തോത്രം. ഒരിക്കലും ഇനി ഒരു മനുഷ്യന്റെ പേര് പറഞ്ഞ് നീ വിശ്വാസ ജീവിതത്തെ പിന്നോട്ട് പോകരുത്. കർത്താവിന് സ്തോത്രം. എന്നെ അവൻ, ആമേൻ സ്തോത്രം, എനിക്ക് അവസരം തന്നില്ലെന്ന് പറഞ്ഞ് നീ ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വെക്കരുത്. ആമേൻ. നിന്നെ വിളിച്ചത്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, മനോജേട്ടൻ അല്ല. നിന്നെ വിളിച്ചത് സാക്ഷാൽ ദൈവമാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ മുൻനിർണയ പ്രകാരം അവന്റെ പദ്ധതിയാൽ നീ ദൈവത്തെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. ഇത് നിന്റെ ജീവിതത്തെ മാറ്റും. പ്രിയമുള്ളവരെ, ഇത് നിന്റെ ജീവിതത്തെ മാറ്റും. ഈ ജീവിതത്തെ മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാലും ഒരു ന്യായവിധിയുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സയൻസ് പറയുന്നു, ഡിസ്കവറി ചാനലിന്റെ പഴയ, ആമേൻ സ്തോത്രം, ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നോ ഡെത്ത് ആഫ്റ്റർ ലൈഫ് എന്നോ എന്നാടൊക്കെ പറയാം. ലൈഫ് ആഫ്റ്റർ ഡെത്ത്. കർത്താവിന് സ്തോത്രം. പോയി ഗൂഗിൾ ചെയ്താൽ കിട്ടും. പറഞ്ഞു വരുമ്പോ എത്തുന്നത് ഇതിനകത്താ, ഈ ബൈബിളിനകത്താ. ആമേൻ. ക്വാണ്ടം മെക്കാനിക്സ് പുതിയ സംഭവമാ. പാരലൽ യൂണിവേഴ്സ് പുതിയ സംഭവമാ. എന്തു പഠിച്ചാലും എത്തുന്നത് ഈ പുസ്തകത്തിനകത്താ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ക്രിയേഷൻ ഓഫ് ദ യൂണിവേഴ്സ് നിന്നെ എത്തിക്കുന്നത് ഈ ബൈബിളിനകത്താ. അല്ലെന്ന് പറയുവാൻ നിനക്ക് ധൈര്യമുണ്ടോ? ധൈര്യം. ആമേൻ. എന്റെ അടുത്ത് വാ, ഞാൻ പറഞ്ഞു തരാം പുസ്തകം എടുത്ത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പുസ്തകം, ആമേൻ സ്തോത്രം, നീ ഗൂഗിൾ ചെയ്ത് നോക്ക്, നിന്റെ കയ്യിലുണ്ടല്ലോ. സ്തോത്രം. സംശയിക്കരുത് പ്രിയമുള്ളവരെ. കർത്താവിന് സ്തോത്രം. നിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കാനായി ആമേൻ സ്തോത്രം പുസ്തകം പഠിപ്പിക്കുന്നേ. ആമേൻ. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, നിനക്ക് സമാധാനമുണ്ട്. നിന്റെ ശിക്ഷാവിധിയെ സ്വർഗത്തിലെ ദൈവം എടുത്തുമാറ്റി നിന്റെ പാപത്തെ അവൻ ക്ഷമിച്ചു. കർത്താവിന് സ്തോത്രം. യു ആർ forgiven. Your sins are forgiven. കർത്താവിന് സ്തോത്രം. നീ അവൻ കഴിഞ്ഞ നാളുകളിൽ എങ്ങനെ ജീവിച്ചാൽ എന്ത്? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിനക്കൊക്കെ എന്ത് യോഗ്യതയാ ഉള്ളേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് പറയണം, എന്റെ യോഗ്യത ഇതാ. My sins are forgiven. കർത്താവിന് സ്തോത്രം. എനിക്കൊരൊറ്റ പ്രാഗൽഭ്യമുള്ളൂ, എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പാപങ്ങളെയൊക്കെ ക്ഷമിക്കാമെന്നുള്ള, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, മനോഹരമായിരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും പുസ്തകത്തിൽ കാണിക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുക, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ആമേൻ യേശു ക്രിസ്തു മൂലം നമുക്ക് സമാധാനമുണ്ട്. അപ്പൊ ഏത് വിശ്വാസമാ? യേശു ദൈവപുത്രനാണെന്നും അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നും കന്യകയാൽ ഭുജാതനായി, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു. അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ആമേൻ സ്തോത്രം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആമേൻ സദ്വർത്തമാനം, അതിന്റെ പേരാ ഗോസ്പൽ. പറഞ്ഞ ഗോസ്പൽ, സുവിശേഷം. സഭയ്ക്കകത്ത് കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, ചർച്ചിനകത്ത് പ്രസംഗിക്കേണ്ടത് ഗോസ്പല. ഒന്നാമത് പ്രസംഗിക്കേണ്ടത് ഗോസ്പല. ഒരു വിശ്വാസി ആദ്യം പഠിക്കേണ്ടത് എന്താ? ആദ്യം പഠിക്കേണ്ടത് സുവിശേഷമാണ്. നമ്മൾ ആദ്യം പഠിച്ചത് ഗ്രീക്ക് ബൈബിളാ. നമുക്ക് ഗ്രീക്ക് ലെക്സിക്കണം, ഹീബ്രു ലെക്സിക്കണം, അത് കഴിയാൻ ഇപ്പോ മറ്റേ അവിടുത്തെ ഇപ്പൊ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമുക്ക് ചേരാം. MD BTH ഒക്കെ ഉണ്ട് നമുക്ക്.
കർത്താവിന് സ്വതന്ത്രം. ഇല്ലാത്ത ഒന്നേ ഉള്ളൂ, ഗോസ്പൽ. ഗോസ്പൽ എന്താന്ന് വെച്ചാൽ എന്ന് പറയാൻ ആമേൻ സ്വതന്ത്രം ഇടവരരുത്. കർത്താവിന് സ്വതന്ത്രം. നീ എല്ലാം കൂട്ടിക്കോ, പേരിന്റെ ചുറ്റും ആമേൻ സ്വതന്ത്രം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കൂട്ടിക്കോ. ഡോക്ടറും BTHും ആമേൻ MDവും എല്ലാം വേണം. കർത്താവിന് സ്വതന്ത്രം. സന്തോഷമായി, എനിക്ക് സന്തോഷമായിട്ട്. നമുക്ക് ബൈബിൾ കോളേജ് ഉള്ളത്, ആരും വരാതിരിക്കരുത്. കർത്താവിന് സ്വതന്ത്രം. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ വിശ്വാസം, ആമേൻ സ്വതന്ത്രം. ഒന്ന് വായിച്ചാട്ടെ, റോമാലേഖനം 1:18 ഒന്ന് വായിച്ച്. കർത്താവിന് സ്വതന്ത്രം. റോമാലേഖനം 1:16. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുക, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം എന്താണെന്നറിയാമോ? ലജ്ജിക്കേണ്ട ഒരു സംഭവം അല്ല. പിന്നെയോ ആമേൻ സ്വതന്ത്രം. അവിടെ എഴുതിയിരിക്കുക, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും യവനനും പിന്നെ യവനനും, അത് യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കുള്ള ദൈവശക്തിയാകുന്നു. പ്രിയമുള്ളവരെ, ആസന്നമായിരിക്കുന്ന ഒരു മരണമുണ്ട്. അത് നീ കാണുന്ന പെട്ടിയിൽ എടുക്കുന്ന മരണമല്ല. ഗാർബേജിന് ബാഗിനകത്ത് ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആമേൻ കുഴിയിലകത്തേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന മരണമല്ല. പിന്നെയോ ആമേൻ സ്തോത്രം, ഒരു നിത്യമരണം, സ്പിരിച്വൽ ഡെത്ത്, ഇറ്റേണൽ ഡെത്ത്. ആമേൻ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ സിംഹാസനത്തിന് മുമ്പിൽ, ഒരു വെള്ള സിംഹാസനത്തിന് മുമ്പിൽ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, മരിച്ചവർ ആഭാരവൃന്ദം, ആമേൻ സ്തോത്രം, റോളപ്പ് ചെയ്യും. കർത്താവിന് സ്തോത്രം, ലൈനപ്പ് ചെയ്യും. കർത്താവിന് സ്തോത്രം. അവിടെ ജഡ്ജ്മെന്റ് ഉണ്ടാകും. കർത്താവിന് സ്തോത്രം. ജീവ പുസ്തകത്തിനകത്ത് ഒരു പുസ്തകം കൊണ്ടുവരും. അതിന്റെ പേരാ ദ ബുക്ക് ഓഫ് ലൈഫ്. ആ പുസ്തകം തുറക്കുമ്പോ ആമേൻ സ്തോത്രം, ഇവന്റെ പേര് മാത്രം ഇല്ല എന്ന് പറയാൻ, കർത്താവേ, അത് പറയുമ്പോ തന്നെ ചങ്കത്ത് വേദനയാ. എന്റെ എങ്ങാനും പേരില്ലെന്ന് പറഞ്ഞാൽ അല്ലേ? കർത്താവിന് സ്തോത്രം. അങ്ങനെ വരരുത്. കർത്താവിന് സ്തോത്രം. ജീവ പുസ്തകത്തിനകത്ത് പേരില്ലാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പിന്നെ വായിച്ചാൽ മതി. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. റെവലേഷൻ, ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 20 ലാസ്റ്റ് വേഴ്സസ്. കർത്താവിന് സ്തോത്രം. എല്ലാം ഒന്നും വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ. എന്റെ സമയം കഴിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഒരു നിത്യമരണമുണ്ട്, ഒരു സ്പിരിച്വൽ ഡെത്ത് ഉണ്ട്. അതിനകത്തു നിന്ന് നിന്നെ വിടുവിപ്പാൻ ശക്തിയുള്ള ഒരു ഈസവും ഒരു തിയോളജിയും യേശുവിലല്ലാതെ ഇല്ല. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുക, എനിക്ക് ലജ്ജയില്ല. I am not ashamed of any of this gospel. Why? This is the power of God to save those who believe. Amen. യേശുവിൽ വിശ്വസിക്കുന്ന, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ, ആമേൻ, സുവിശേഷം ദൈവശക്തിയായി. എന്തിൽ നിന്നുള്ള ദൈവശക്തി? ആമേൻ സഹോദരൻ, ഹല്ലേലൂയ. ആസന്നമായിരിക്കുന്ന തീപ്പൊയ്കയിനകത്തേക്ക് നീ വീഴത്തില്ല. കർത്താവിന്റെ സ്തോത്രം. സുവിശേഷം പറഞ്ഞേ, സുവിശേഷം, സുവിശേഷം. ഈ സുവിശേഷം വേണോ, അതോ നിനക്കൊരു കാറ് കിട്ടണോ? ഈ സുവിശേഷം വേണോ, അല്ലെങ്കിൽ ആമേൻ നിന്റെ ജീവനെ, ആമേൻ സ്തോത്ര, തീപ്പൊയ്കയിൽ നിന്ന് വലിച്ചെടുക്കുന്ന പുഴുചാകാത്ത, തീ കെടാത്ത, ഗന്ധകം കൊണ്ട് കത്തുന്നതായ തീപ്പൊയ്കയിനകത്ത് വീഴണമോ, അതോ ആമേൻ സ്തോത്ര നിനക്കൊരു കേവലം ഒരു ജോലി കിട്ടിയാൽ മതിയോ? ആമേൻ ഒരു സൗഖ്യം ഉണ്ടായാൽ മതിയോ? കർത്താവിന് സ്തോത്രം. ഒരു സൗഖ്യം കൊണ്ട് നിന്റെ വിശ്വാസ ജീവിതം തീരരുത്. ഒരു ജോലി കൊണ്ട് നിന്റെ ജീവിതം തീരരുത്. ഒരു നല്ല പാക്കേജ് ഉള്ള ജോലി കൊണ്ട് ഒരിക്കലും തീരരുത്. കർത്താവിന് സ്തോത്രം. ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ബിസിനസ് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് കർത്താവിന് സ്തോത്രം, ആമേൻ. പിന്നെ ഇനിയെല്ലാം മതിയായെന്ന് പറഞ്ഞ് പോകരുത്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ബോഷന്മാരാകരുത്. സുവിശേഷം വായിച്ചേ, സുവിശേഷം. ആ ബാക്കി ഒന്നുകൂടി വായിച്ചേ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. 1:16, റോമർ 1:16. ദയവായിട്ട് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാമോ? ആ കർത്താവിന് സ്തോത്രം. 16-ാം വാക്യം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഒന്ന് ഡിസ്പ്ലേ ചെയ്തേ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും. ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഏവനും മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, മുന്നേ ഉണ്ടായിരുന്ന, യേശുവിന് മുമ്പേ ഉണ്ടായിരുന്ന ആൾക്കാരോ? ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഉറപ്പോടുകൂടി പ്രസംഗിക്കുക, അവനും സുവിശേഷം വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിക്കാതെ, യേശു നിനക്ക് വേണ്ടി കാൽവരി മലയിൽ മരിച്ചത് നിന്റെ പാപത്തിന് വേണ്ടിയാണ്, നിന്റെ ശിക്ഷാവിധിയാണ് അവൻ ചുമന്നതെന്ന് നിനക്ക് വിശ്വാസം വരാതെ നീ രക്ഷപ്പെടത്തില്ല. കാരണം ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ വചനം പറയുക, സുവിശേഷത്തിൽ മാത്രമേ നിന്നെ വിടുവിപ്പാനുള്ള രക്ഷയ്ക്കായിട്ടുള്ള ദൈവശക്തിയുള്ളൂ.
വേറെ നല്ല ഏതെങ്കിലും പ്രസംഗിച്ചാലോ? നല്ലതാ. കള്ളു കുടിക്കരുതെന്നൊക്കെ പ്രസംഗിക്കുന്നത് നല്ലതല്ലേ? കർത്താവിന് സ്തോത്രം, നല്ലതാ. പക്ഷെ അതുകൊണ്ട് ശിക്ഷാവിധി മാറത്തില്ല. ആമേൻ സ്തോത്രം. അമ്മായി അമ്മയോട് പോരടിക്കരുതെന്നൊക്കെ പ്രസംഗിക്കുന്നത് നല്ലതാ. ആമേൻ സ്തോത്രം. കുടുംബജീവിതത്തിനകത്ത് നല്ലത് നമുക്കുണ്ട്. മാരേജ് കോഴ്സ് ഇന്ന് ഈ ആഴ്ച പോലെ തുടങ്ങുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് തീരത്തൊന്നുമില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. സുവിശേഷത്തിൽ ആ ശക്തി ഇരിക്കുന്നത്. നിന്നെ വിടുവിപ്പാനുള്ള ശക്തി സുവിശേഷത്തിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഗലാത്യ ലേഖനം എടുത്തോ. ഇന്ന് പറയാൻ വന്നതല്ല, എന്നാലും പറയുക. ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം പെട്ടെന്ന് വായിച്ച്, പെട്ടെന്ന് സമയം തീർന്നു. കർത്താവിന് സ്തോത്രം. 3:8 ഒന്ന് ഇംഗ്ലീഷ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാമോ? കർത്താവിന് സ്തോത്രം. 3:8 തോന്നുന്നു. കർത്താവിന് സ്തോത്രം. 3:8. കർത്താവിന് സ്തോത്രം. ആമേൻ. 3:6 വാക്യം വായിക്കാം നമുക്ക്. കർത്താവിന് സ്തോത്രം. 6-ാമത്തെ വാക്യം, സോറി, 6-ാമത്തെ വാക്യം പോലും വായിക്കാം. 6-ാമത്തെ വാക്യം പറയുക, എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ വിശ്വസിക്കുന്നത് എന്താണെന്നറിയാമോ? വാട്ട് എ മാൻ എബ്രഹാം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അദ്ദേഹം അപ്പന്റെ ഭവനത്തിലായിരുന്നപ്പോ വിഗ്രഹങ്ങളെയൊക്കെ ഉണ്ടാക്കിയിരുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ വാക്ക് കേട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടു. അതാ അബ്രാഹാമിന്റെ വിശ്വാസം. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഞാൻ തെളിയിക്കാൻ പോവുകയാണ്, അതായിരുന്നില്ല അബ്രാഹത്തിന്റെ വിശ്വാസം. ആ വിശ്വാസം കൊണ്ടല്ല അബ്രാഹാം രക്ഷിക്കപ്പെട്ടത്. അപ്പൊ നിങ്ങൾ പറയുമായിരിക്കും, ഇസഹാക്കിനെ ആമേൻ സ്തോത്രം 100-ാം വയസ്സിൽ കിട്ടുമെന്ന് ദൈവം പറഞ്ഞപ്പോ അതിനുവേണ്ടി വിശ്വസിച്ചായിരിക്കും. പ്രിയമുള്ളവരെ, ഞാൻ തീർത്ത് പറയുകയാണ്, അബ്രാഹാം അത് വിശ്വസിച്ചില്ല. നിങ്ങൾ എന്നോട് കോപിക്കുകയും ചെയ്യരുത്. ഈ എന്തോ ഒരു ഉപദേശിയാണെന്നൊന്ന് പറയരുത്. എബ്രഹാം അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നെങ്കിൽ സാറായുടെ ട്രിക്കിന് പിന്നാലെ പോകുമായിരുന്നു. ഹാഗാർ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുമായിരുന്നു. കർത്താവിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പിന്നെ എന്താ അബ്രഹാം വിശ്വസിച്ചേ? 6-ാമത്തെ വാക്യം പറയുക, എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. എന്താ അബ്രഹാം വിശ്വസിച്ചതെന്ന് പറയാം. അടുത്ത വാക്യം, അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിയുവാനിടയായി. എന്നാൽ 8-ാമത്തെ വാക്യം, എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. ഇംഗ്ലീഷ് ഒന്ന് വായിക്കണം. And the scripture, foreseeing that God would justify the Gentiles by faith, preached the gospel beforehand. എബ്രഹാമിനോട് ദൈവം ആമേൻ സ്തോത്രം സുവിശേഷം മുന്നമേ പ്രസംഗിച്ചു എന്ന് നിങ്ങളിത് വായിച്ചിട്ടുണ്ടോ? എബ്രഹാമിനോട് ദൈവം കഥ പറഞ്ഞിരിക്കുകയായിരുന്നില്ല. എബ്രഹാമിനോട് കുശലമന്വേഷണം ആയിരുന്നില്ല. എബ്രഹാമിനോട് യേശു മൂലമുള്ള സുവിശേഷത്തെ കുറിച്ച് അന്ന് പ്രസംഗിച്ചു എന്ന്. ഫോർസീയിങ്. ഹല്ലേലൂയ. 8-ാമത്തെ വാക്യം വായിച്ചേ. Foreseeing that God would justify the Gentiles by faith. ഏത് faith? The faith imputed. Hallelujah. The righteousness imputed by faith in Christ Jesus. Amen. യേശുവിലുള്ള വിശ്വാസം മൂലമായി നീതീകരണം ഉണ്ടാകുമെന്ന് റോമാലേഖനം 5:1 നമ്മൾ വായിച്ച ആ വാക്യം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. യേശുവിലുള്ള വിശ്വാസത്താൽ നീതീകരണം ഉണ്ടെന്നുള്ള ജാതികൾ യേശുവിൽ വിശ്വസിക്കുന്നത് മുഖാന്തരമായി നീതീകരിക്കപ്പെടുമെന്നുള്ള സുവിശേഷം. ദൈവപുത്രൻ ആമേൻ സ്തോത്രം ഭൂമിയിൽ ഭുജാതരാകുമെന്നുള്ള സുവിശേഷം. ആമേൻ. ക്രിസ്തു അനേകരുടെ പാപത്തിന് പരിഹാരമായി, എബ്രാഹാമേ നിന്റെ പാപത്തിന് പരിഹാരമായി അവൻ ക്രൂശിൽ യാഗമാകുമെന്നുള്ള സുവിശേഷം. ആമേൻ. കർത്താവ് ദൈവം മുന്നമേ കണ്ടിട്ട് ആമേൻ സ്തോത്രം അവനോട് മുന്നമേ പ്രസംഗിച്ചു. പറഞ്ഞേ, മുന്നമേ പ്രസംഗിച്ചു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ എനിക്കൊരു സംശയം, നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയോ എന്നുള്ള. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. എബ്രഹാമിനോട് സുവിശേഷം മുന്നമേ പ്രസംഗിച്ചു എന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്.
ദൈവവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എബ്രാഹാമിനോട് സുവിശേഷം പ്രസംഗിച്ചു, അതവൻ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് ദൈവം കണക്കിട്ടു. കർത്താവിന് സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുക, ഹല്ലേലൂയ, ഈ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം എന്താണെന്നറിയാമോ? എബ്രാഹാം മുതല്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അബ്രഹാം ആദ്യത്തെ വിശ്വാസി എബ്രാഹാം. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഒരു ചർച്ച ഉണ്ടേൽ, ഒരു സഭയുണ്ടേൽ ആദ്യത്തെ വിശ്വാസി നമ്പർ 1 എബ്രാഹാം. ഏത് വിശ്വാസിയാ? ഇസഹാക്കിൽ വിശ്വസിച്ചതോ? കർത്താവിന് സ്തോത്രം. നമുക്ക് വചനം അറിയാത്തതുകൊണ്ടാ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം, അപ്പന്റെ വിഗ്രഹങ്ങളെ വിട്ട് ഇറങ്ങിപ്പോകുന്നോ? ലോത്തും ഇറങ്ങിപ്പോന്നില്ലേ? സാറായും ഇറങ്ങിപ്പോന്നില്ലേ? കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അബ്രഹാം വിശ്വസിച്ചത് സുവിശേഷത്തിലാ. അതുകൊണ്ടാണ്, ശ്രദ്ധിച്ചു കേട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടെ, അതുകൊണ്ടാണ് യേശു മരിച്ച ദിവസം പാതാളത്തിലേക്ക് ഇറങ്ങി, ആമേൻ, മരിച്ചവരോട് സുവിശേഷം പറഞ്ഞത്. ഓ, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ആമേൻ. അന്നത്തെ ദിവസം കല്ലറകളൊക്കെ തുറന്ന്, ആമേൻ, വൃതന്മാരൊക്കെ റിലീസായി. വലിയ ഭൂകമ്പമൊക്കെ ഉണ്ടായി യേശു മരിച്ച ദിവസം. കാരണം എന്താ? ആമേൻ, വിശ്വാസം കേട്ട ആൾക്കാർക്ക് അന്ന് നിവർത്തി വരിക. കർത്താവിന് സ്തോത്രം. അതുവരെ അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഈ ക്രൂശ് മരണം സംഭവിക്കുക, ഈ യാഗം നടക്കാൻ. അത് വേറൊരു ദിവസം പ്രസംഗിക്കാം. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, എബ്രാഹാം സുവിശേഷത്തിൽ വിശ്വസിച്ചു, അതവന് നീതിക്കായി കണക്കിട്ടു. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽ ഈ വിശ്വാസം മൂലമായിട്ട്, ആമേൻ സ്തോത്രം, നമ്മുടെ ശിക്ഷാവിധി മാറിപ്പോകുക. രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. രണ്ടാമത്തെ കാര്യം എന്തുവാ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അവന്റെ മുറിവുകളാൽ. ആമേൻ. നമുക്ക് 53:5 ഒരിക്കൽ കൂടി വായിച്ച് ഞാനതങ്ങ് അവസാനിപ്പിക്കുക. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ തിരുവചനം പറയുന്നു. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. 4-5 വാക്യങ്ങൾ വായിക്കുന്നു. 4-5 വാക്യങ്ങൾ ഡിസ്പ്ലേറിനെ. കർത്താവിന് സ്തോത്രം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും എന്ന് വിചാരിച്ചു. ലോകം മുഴുവനും വിചാരിച്ച എന്താണെന്നറിയാമോ? ജീസസ് ഈസ് എ ഫെയിലിയർ. കർത്താവിന് സ്തോത്രം. നമ്മളെല്ലാവരും വിചാരിച്ചെന്ന് അങ്ങനെയാ എഴുതിയിരിക്കുന്നത്. നാമോ ദൈവം അവനെ ശിക്ഷിച്ചെന്ന് വിചാരിച്ച്. നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വന്ന് എത്ര പേര് പറഞ്ഞു? അവന്റെ മുഖത്ത് തുപ്പിയില്ലേ? അവന്റെ താടി രോമങ്ങൾ വലിച്ചു പിഴുതെടുത്തില്ലേ? കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, അറുക്കുവാൻ നിൽക്കുന്ന അവൻ സ്തോത്രം ഒരു കുഞ്ഞാടിനെ പോലെ അവന്റെ വായെ തുറക്കാതെ അവരുടെ മുമ്പിൽ നിന്നു. കണ്ടുനിന്ന ജനം വിചാരിച്ചു, അവൻ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം അവനെ കൈവിട്ടു എന്ന്. അടുത്ത വാക്യം, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ചലഞ്ച് ചെയ്യാനായിട്ട് ചിലതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ചിലപ്പോൾ വിചാരിക്കും, അവൻ എനിക്കെന്നിട്ട് എന്താ സൗഖ്യമില്ലാത്ത, എനിക്കെന്താ സമാധാനമില്ലാത്ത? പ്രിയമുള്ളവരെ, അവൻ നിമിത്തം, അവന്റെ അടിപ്പിണരുകളാലാണ്. നീ യേശുവിൽ വസിക്കുമെങ്കിൽ, നീ യേശുവിനെ അനുസരിച്ച് അവന്റെ കൂടെ നടക്കുമെങ്കിൽ, ഈ പ്രാർത്ഥനയൊക്കെ അവൻ സ്തോത്രം, നമ്മളെ ദൈവം അനുഗ്രഹിച്ചു, നമ്മളെ വിടുവിച്ചു, എന്നാ ശരി, എന്നാ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, വിട്ടുപോകാതെ ദൈവസന്നിധിയിൽ ഊറ്റിയിരിക്കുമോ? അവന്റെ സമാധാനം നിന്റെ മേൽ വരും. യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് എഴുതി വെച്ചിരിക്കുക, അവനിൽ വസിച്ചിട്ടല്ലാതെ, ആമേൻ സ്തോത്രം, തായ്തണ്ടിനോട് ചേർന്നിട്ടല്ലാതെ, വസിച്ചിട്ടല്ലാതെ, ആമേൻ സ്തോത്രം, ശാഖയ്ക്ക്, the branches cannot bring forth fruit. പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഫ്രൂട്ട് ഉണ്ടാകാൻ പറ്റത്തില്ല, ഫലം ഉണ്ടാകത്തില്ല. യേശുവിൽ വസിച്ചിട്ടല്ലാതെ ഫലമില്ല. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അവനോട് ചേർന്ന് നിന്നാട്ടെ. കർത്താവിന് സ്തോത്രം. അവനിൽ വസിച്ചാട്ടെ, യേശുവിനോട് ചേർന്ന് നിന്നാട്ടെ. യേശുവിനോട് എങ്ങനെ ചേർന്ന് നിൽക്കും? അവൻ വെളിച്ചമാ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ നമുക്ക് ഏറ്റുപറയാം. ഓരോ ദിവസവും നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ പാപങ്ങളെ നമുക്ക് ഏറ്റുപറയാം.
അവന്റെ മുറിവിൽ കൂടി അവന്റെ മുറിവ്, ആ മുറിവിൽ നിന്നും ഉണ്ടായ സൗഖ്യം നമ്മുടെ ശരീരത്തേക്ക് വരേണ്ടതിന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. യാക്കോബിന്റെ ലേഖനം 5:17 പറയുകയാണ്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഒരുവൻ രോഗിയായിരിക്കുന്നുവെങ്കിലോ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്. ഇതൊന്നും മറന്നു പോകണ്ട. കർത്താവിന് സ്തോത്രം. യേശുവിന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം നമ്മുടെ മേലേക്ക് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാ? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, നമ്മൾ പരസ്പരം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ മുറിവിലൂടെ ആമേൻ സ്തോത്രം നമ്മിലേക്ക് ഒഴുകപ്പെട്ടതായ ആ സൗഖ്യം നമ്മുടെ മേൽ വരുവാനിടയാകും. യേശുവിൽ വിശ്വസിച്ചാട്ട് ഇന്ന് പകൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ, ഇത് കേട്ട് വിശ്വാസത്താൽ ഞാനൊരു സ്റ്റെപ്പ് എടുക്കുമെന്ന് നീ പറയുമ്പോൾ തന്നെ നിന്റെ ശിക്ഷാവിധിയെ സ്വർഗം അഴിച്ചു മാറ്റുകയാ. ഈ നിമിഷം വരെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായ സകല മത്സരങ്ങളും, സകല ശാഠ്യങ്ങളും, സകല അപരാധങ്ങളും, സകല അകൃത്യങ്ങളും, സകല പാപങ്ങളും യേശുവിന്റെ രക്തം കൊണ്ട്, കാൽവരി മലയിൽ ഒഴിക്കപ്പെട്ടതായ തിരുരക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കപ്പെടുക. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. കർത്താവിന് സ്തോത്രം. എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? വെളിച്ചത്തിൽ വസിച്ചിട്ടല്ലാതെ വെളിച്ചത്തോട് കൂട്ടായ്മ നമുക്ക് ഉണ്ടാകത്തില്ല. ഇന്ന് പകൽ നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറയുമെങ്കിൽ അവന്റെ അടിപ്പിണരിന്റെ, അവന്റെ മുറിവിന്റെ സൗഖ്യം നിന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങിയ ഇന്ന് പകൽ നിന്റെ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണത്തിൽ നിന്ന് സ്വർഗം നിന്നെ കൊള്ളക്കിട്ടിയതുപോലെ വാരിച്ചെടുക്കാൻ പോകുക. He is going to pull you back from the eternal death to eternal life. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ ആമേൻ സ്തോത്രം നിത്യജീവന്റെ ഓഹരിക്കാരായി മാറുന്ന ശുഭദിനമായി ഈ വെള്ളിയാഴ്ച ദിവസം, ഓഗസ്റ്റ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച വിശ്വസിക്കുമെങ്കിൽ ആമേൻ നീ അത്ഭുതത്തെ കാണുവാനിടയാകും. കരങ്ങളെ ഉയർത്തി കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, once again I dedicate my life unto you. യേശുവേ, ഒരിക്കൽ കൂടി ഞാൻ എന്റെ ജീവിതത്തെ നിന്റെ മുന്നിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരിക. യേശുവേ, നിന്റെ മുമ്പിൽ ഞാൻ വാലിച്ചിടുക. This is your temple of God. യേശുവേ, എന്റെ മേൽ നിന്റെ അടിപ്പിണരിന്റെ സൗഖ്യമായേക്കണമേ, നിന്റെ വിടുതലിന്റെ സൗഖ്യമായേക്കണമേ. നീ കാൽവരി മലയിൽ ഞങ്ങളെ ഓർത്തു ചുമന്ന ആമേൻ ആ കുരിശിന്റെ യോഗ്യത ഇന്ന് പകൽക്കാലം ഈ ഉയർത്തപ്പെട്ട എല്ലാ കരങ്ങളുടെ മേലും വീഴട്ടെ. യേശുവിന്റെ നാമത്തിൽ അടഞ്ഞ വഴികൾ തുറന്നു വരട്ടെ. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. He confirms word with miracles, signs and wonders. യേശുവിന്റെ നാമത്തിൽ ആമേൻ നീ സൗഖ്യമാകും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഒരുത്തൻ ഇവിടെ കിടന്ന് പ്രസംഗിച്ചത് കൊണ്ടല്ല, പിന്നെയോ കാൽവരി മലയിൽ മുറിവേറ്റ ഒരുവനുണ്ട്. അവന്റെ ശരീരത്തിൽ നിന്നും വാർന്നൊഴുകിയ തിരുരക്തമുണ്ട്. ഇന്ന് പകൽക്കാലം ആ തിരുരക്തം നിന്നെ അവൻ സകല കെട്ടുകളെ അഴിച്ച് പുറത്തു കൊണ്ടുവരുവാനിടയാകും. സകല പാരമ്പര്യത്തിന്റെ കെട്ടുകളിൽ നിന്ന്, വിഗ്രഹാരാധനയുടെ കെട്ടുകളിൽ നിന്ന്, in the name of Jesus, യേശുവിന്റെ നാമത്തിൽ നീ വിടുവിക്കപ്പെടട്ടെ, നീ സൗഖ്യമാക്കപ്പെടട്ടെ. നിന്നെ പിന്നോട്ട് വലിച്ച ഒരു സമൂഹത്തിന്റെ മുന്നിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിന്റെ മേൽ പുനരുത്ഥാനത്തിന്റെ ശക്തി പകർന്ന്, പെന്തിക്കോസ്തിന്റെ ശക്തി പകർന്ന്, പെന്തക്കോസ്റ്റൽ നാളിൽ ആമേൻ ദൈവം അയച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആമേൻ സ്തോത്രം നിന്നെ കെട്ടിയ സകല കെട്ടുകളെയും ചണനാല് കരിഞ്ഞു പോകുന്നത് പോലെ, ചണനാര് കരിഞ്ഞു പോകുന്നത് പോലെ നിന്റെ കെട്ടുകൾ, രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ കരിഞ്ഞു പോകും. പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവേ, I surrender. കർത്താവേ, ഇന്ന് പകൽ ഈ രോഗത്തിന്റെ മേൽ ഞാൻ എന്റെ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. വിശ്വസിച്ചാട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വസിച്ചാൽ, വിശ്വാസത്താൽ ഇന്ന് പകൽ തിരിച്ചു വരുമെങ്കിൽ, എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കുറവ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരുമിച്ച് നിൽക്കുവാൻ സാധിക്കാത്ത ആമേൻ എവിടെയെങ്കിലും ഹൃദയത്തിന്റെ അകത്തൊരു കയ്പ് വീണിട്ടുണ്ടെങ്കിൽ യേശുവിനോട് പറയുന്നു, I do not want this burden. കർത്താവിന്റെ സ്തോത്രം. ഈ ഗാർബേജ് എനിക്ക് വേണ്ട, ഈ കയ്പ് എനിക്ക് വേണ്ട, ഈ ബിറ്റർനെസ് എനിക്ക് വേണ്ട, ഈ അൺഫോർഗീവ്നെസ് എനിക്ക് വേണ്ട. യേശുവേ, നിന്റെ രക്തം കൊണ്ട് എന്നെ നന്നായിട്ട് കഴുകിയാട്ടെ. I need your healing. കർത്താവിന്റെ സ്തോത്രം. സ്വർഗീയ പിതാവേ, എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായിരിക്കും നല്ല കർത്താവേ, അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം രോഗികളായിരിക്കുന്ന സകലരുടെ പേരും യേശുവേ, നിന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം ഇന്ന് പകൽ കടന്നു വരട്ടെ. നിന്റെ മുറിവിൽ നിന്നും
നിന്റെ മുറിവിൽ നിന്നും നീ പകർന്നൊഴുകുന്ന ആമേൻ സ്തോത്രം ആ സൗഖ്യം ആമേൻ സ്തോത്രം ഇപ്പോൾ അയച്ചാട്ട് കർത്താവേ. കർത്താവേ, എന്റെ സമാധാനത്തിനായുള്ള ശിക്ഷയാ അവിടുന്ന് ഏറ്റുവാങ്ങിയത്. യേശുവേ, ഇന്ന് പകൽ ആരെങ്കിലും സമാധാനമില്ലാതെ നാളെയെ കുറിച്ച് ആകുലപ്പെട്ട് ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയ പിതാവേ, വലിയ സമാധാനത്തിനുള്ള കാരണം വക ഇന്ന് പകൽ അവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് കൊടുത്താട്ട് കർത്താവേ. യേശുവെ, വലിയ സമാധാനം സ്വർഗത്തിലെ ദൈവം അവരെ മൂടിയാട്ടെ. ദൈവത്തോടുള്ള സമാധാനം, അവരുടെ കുടുംബജീവിതത്തിലെ സമാധാനം കർത്താവെ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ അനവധിയായിരിക്കുന്ന വിഷയങ്ങളിൽ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് അറിയാതെ ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ അതിന്റെ ആമേൻ സ്തോത്രം അതിനെക്കുറിച്ച് ഒന്നറിയുന്നു. യേശുവിൽ വസിച്ചാൽ ആമേൻ സ്തോത്രം ഞാൻ അവന്റെ സൗഖ്യത്തിനും ഞാൻ അവന്റെ സമാധാനത്തിനും ഞാൻ അവന്റെ ആമേൻ സ്തോത്രം അവൻ എനിക്ക് നൽകി തരുന്നതായ നിത്യജീവനും ഓഹരിക്കാരാകുവാൻ ഇടയായിത്തീരും. സ്വർഗീയ പിതാവ് ഇതിന്റെ അകത്തിരിക്കുന്ന സകലരെയും അങ്ങയുടെ തിരുവചനങ്ങളാൽ അനുഗ്രഹിച്ചാട്ടെ. യേശുവെ, ഇന്ന് പകൽ വലിയ സൗഖ്യങ്ങൾ നടക്കണമേ. കർത്താവെ, ഡയനസിസ്റ്ററിന്റെ പിതാവിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പരിശുദ്ധ കരം കൊണ്ട്, ആ മുറിവേറ്റ കരം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവ് പ്രിയ ആമേൻ അപ്പച്ചന്റെ മേൽ ദൈവീക സമാധാനം അയച്ച് ദൈവീക സൗഖ്യം അയക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഞങ്ങൾ ആശ്രയം വെക്കുന്നത് ആമേൻ മറ്റൊരു നാമത്തിലല്ല, ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് യേശുവിന്റെ നാമത്തില. കർത്താവെ, ആമേൻ സ്തോത്രം ആ ക്രിയാറ്റിന്റെ ലെവൽ കർത്താവെ അടുത്ത ദിവസം ഞങ്ങൾ ആമേൻ സ്തോത്രം സാക്ഷ്യമായിട്ട് കേൾക്കാൻ, ആമേൻ സ്തോത്രം ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിട്ട് കേൾപ്പാൻ തക്കവിധം കർത്താവെ അത് കുറയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇൻ ദി നെയിം ഓഫ് ജീസസ്. കർത്താവെ, അങ്ങയുടെ അടിപ്പിണറിനാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്താട്ടെ. കർത്താവ്, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, ഇന്ന് പകൽ ഭാരപ്പെടുന്ന എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും പേര് പേരായിട്ട് ഐ സറണ്ടർ എവ്രി വൺ അൺടു യുവർ ഫീറ്റ് ഓ ഗോഡ്. യേശുവേ, ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കൊച്ചു മനുഷ്യന്റെ കുടുംബത്തിന്റെ മേൽ ഒരു സൗഖ്യത്തിന്റെ വിടുതലിന്റെ കരം റൈറ്റ് നൗ ഇൻ ദി നെയിം ഓഫ് ജീസസ് ഇപ്പോൾ തന്നെ അത് റിലീസ് ചെയ്യപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇൻ ദി നെയിം ഓഫ് ജീസസ്. അപ്പച്ചന്റെ അമ്മച്ചിയുടെ മേൽ കർത്താവ് ഒരു പ്രൊട്ടക്ഷന്റെ പുതപ്പ് യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ദി ഹെവൻലി ഏഞ്ചൽസ്, മിനിസ്റ്ററിംഗ് ഏഞ്ചൽസ് encampeth upon them in the name of Jesus. അവരെ വീഴാതെ താങ്ങുന്ന ഒരു മാലാഖമാരുടെ ദൂതന്മാരുടെ ഒരു വൃന്ദം യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കും. കർത്താവെ, അവരെ താങ്ങണമേ അപ്പ. ഇനി മേലിൽ കർത്താവെ തെന്നിയെന്നോ വീണെന്നോ പറയുന്ന ഒരു വാക്ക് കേൾപ്പാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അവിടെ വിഗ്രഹാരാധനയുടെ പാരമ്പര്യത്തിന്റെ കെട്ടുകളെ ആഴിയുവാൻ ഞാൻ കൽപ്പിക്കുക യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. The cross, hallelujah, by the power of the cross of God. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അരിപ്രദന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. കർത്താവ് പച്ച, നീ അടിയേറ്റത് ഞങ്ങൾക്ക് വേണ്ടിയാ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, പ്രിയ മകന് വേണ്ടി സ്വർഗം വഴികളെ തുറക്കും. സ്വർഗം വഴികളെ തുറക്കും. I know സ്വർഗം വഴികളെ തുറക്കും. അത്ഭുതങ്ങൾ കാണുവാൻ സ്വർഗം ഇടയാക്കണം. കർത്താവെ, ഈ ദിവസങ്ങളിൽ കർത്താവെ അങ്ങയുടെ നാമത്തിന് ഒരു നല്ല സാക്ഷിയായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം പ്രിയ മകനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. യേശുവെ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വഴികളെ തുറന്നാട്ടെ. these days യേശുവിന്റെ നാമത്തിൽ അത്ഭുതം കാണട്ടെ. കർത്താവെ, ഡാൻസ് സിസ്റ്ററിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. പിതാവിന്റെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. ഇൻ ദി നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു അടിപ്പിണറിന്റെ സൗഖ്യം കർത്താവെ അവിടെ ഇറങ്ങട്ടെ. ആ കിഡ്നി ബി റിസ്റ്റോർഡ് ഇൻ ദി നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഇല്ലാത്തത് ഉണ്ടായി വരട്ടെ. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വാക്കിലല്ല, കർത്താവെ ഞങ്ങളുടെ പ്രാഗൽഭ്യത്തിലല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ ക്രൂശില, ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ രക്തത്തില. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നത് കാൽവരി മലയിൽ നീ വേച്ചു പോയിട്ടും നീ അത് ചുമക്കുവാൻ നീ തയ്യാറായ നിന്റെ ആ സ്നേഹത്തിന്റെ പ്രദർശനത്തിലാ. കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നത് ഞങ്ങൾ കണ്ടതാ. കർത്താവെ, ഇന്ന് പകൽ റൈറ്റ് നൗ ഇൻ ദി നെയിം ഓഫ് ജീസസ്. കർത്താവെ, സുരേഷ് ബ്രദറിന്റെ മേൽ കർത്താവരുടെ കുടുംബത്തിന്റെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. ഇൻ ദി നെയിം ഓഫ് ജീസസ്. കർത്താവെ, നിന്നെ വിളിച്ച വിളിക്ക് തക്കവിധം കർത്താവ് അവർ ബ്ലെസ് ചെയ്യപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ജോസ് പാസ്റ്റർ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചങ്ങലകൾ കെട്ടുകൾ അഴിഞ്ഞു മാറ യേശുവിന്റെ നാമത്തിൽ.
In the name of Jesus, കർത്താവേ ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജോയലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവ സന്നിധിയിലേക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Once again, I rededicate him for the glory of God. കർത്താവേ, ദൈവത്തെ നോക്കിയവന്റെ തലമുറ മാനിക്കപ്പെടുമെങ്കിൽ കർത്താവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ആൻഡ്രോ ബ്രദറിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, കുരുക്കുകളെ അഴിച്ചതിനായിട്ട് ചണനാര് പോലെ കർത്താവ് പിശാച് കെട്ടിയ സകല കുരുക്കുകളും യേശുവിന്റെ നാമത്തിൽ കരിഞ്ഞു പോയ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഒരു കുടുംബമായിട്ട് ആൻഡ്രോ ബ്രദർ, മറീന സിസ്റ്റർ, കർത്താവെ 2 കുഞ്ഞുങ്ങൾ, കർത്താവെ അവരെ സഭയായിട്ട് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിരന്തരമായി അന്ത്യത്തോളം വിശ്വസ്തരായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അവരെ ബ്ലസ് ചെയ്താട്ടെ. യേശുവിന്റെ രക്തം കൊണ്ട് മൂടി മറച്ച് പ്രാർത്ഥിക്കുക. I cover them with the precious blood of Jesus Christ of Nazareth. യേശുവിന്റെ രക്തം കൊണ്ട് മൂടി മറയ്ക്കുന്നു. കർത്താവെ, ജോയ് പാസ്റ്റർ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കരം അവരുടെ മേൽ ചലിക്കട്ടെ. വിസ ഉണ്ടായി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. In the name of Jesus, കർത്താവേ, കല്ലറകളെ തുറന്ന ദൈവശക്തി, പുനരുദ്ധാനത്തിന്റെ ശക്തി, the power of resurrection, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യപ്പെടട്ടെ. ആ പേപ്പറുകൾ ചലിക്കട്ടെ. ദൈവഭക്തൻ അത്ഭുതങ്ങളെ കാണട്ടെ. അങ്ങയുടെ കുഞ്ഞ് അത്ഭുതങ്ങളെ കാണട്ടെ. അടുത്ത ആഴ്ചയിൽ വലിയ സാക്ഷ്യമായിട്ട് നിൽപ്പാൻ സ്വർഗമിടയാക്കിയാണ് കർത്താവേ. കർത്താവെ, രഞ്ജിത്തിന് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓസ്ട്രേലിയയിലെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാട്ടിലെ മമ്മി, കർത്താവെ ഞങ്ങളുടെ കൂടെ ആരാധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവ പ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, കുരുക്കളെ അഴിച്ചാട്ടെ. കുരുട്ട് കണ്ണുകളെ തുറക്കുന്ന ദൈവശക്തി. Let the blind eyes be opened in the name of Jesus. യേശുവിന്റെ നാമത്തിൽ റിസ്റ്റോറേഷൻ, യേശുവിന്റെ നാമത്തിൽ അവിടെ റിലീസ് ചെയ്യപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവെ, സംഗീത സിസ്റ്റർ കുടുംബമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അവർ ഒരുമിച്ച് ദൈവ സന്നിധിയിൽ മുട്ടുമടക്കും. In the name of Jesus, ഞാൻ എന്റെ സഭയെ പണിയ പാതാള ഗോപുരം അതിനെ ജയിക്കയില്ല. Amen. Hallelujah. The evil networks will not prevail against it in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അവർ കുടുംബമായിട്ട് കർത്താവെ ഈ സഭയ്ക്കകത്ത് അവർ പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ in the name of Jesus, I declare it in the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പച്ച സുബിന് സോണിയയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അവർ അനുഭവിക്കുന്ന സകല വിഷയത്തിന്റെ പേരും ദൈവത്തിന്റെ മഹാപ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, അവരുടെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. അവരുടെ കുഞ്ഞിന്റെ മേൽ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. അടുത്ത പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോൾ ഒരു അത്ഭുതം കേൾപ്പാൻ സ്വർഗം ഇടയാക്കിയാട്ട് കർത്താവ് യേശുവിന്റെ നാമത്തിൽ. കുഞ്ഞുങ്ങൾ വിശ്വസിച്ച് നിന്റെ അകത്തിരിക്കുമ്പോൾ ദൈവം അത്ഭുതത്തെ ചെയ്താട്ടെ. അടിപ്പിന്നര കർത്താവെ, നിന്റെ മുറിവിന്റെ യോഗ്യതയാ കർത്താവെ. നിന്റെ ശരീരത്തിൽ നിന്നും ഒഴുകി ഓരോ തുള്ളി ചോരയ്ക്കും കർത്താവേ അവൻ ഞങ്ങളുടെ അനവധിയായ പ്രശ്നങ്ങളെ വീട്ടുവാനുള്ള ശക്തിയുണ്ട്. We plead, we beseech you in the name of Jesus. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാണ് സ്തോത്രത്തോടെ. റോസ്ലി, ആമേൻ, ഹല്ലേലൂയ. സിസ്റ്ററിന് വേണ്ടി, ആമേൻ, മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പപ്പ മമ്മിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കരം, കരുണയുടെ കരം ചലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ in the name of Jesus. കർത്താവെ, ബിൻസി സിസ്റ്ററിന് കർത്താവെ, ആമേൻ, ഹല്ലേലൂയ. നാട്ടിലുള്ള മോൻസി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ. ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. അവരുടെ കണ്ണുനീരിനെ തുരുത്തിയിൽ ശേഖരിച്ച ദൈവത്തിന്റെ മഹാപ്രവൃത്തി ഇന്ന് right now in the name of Jesus, I speak blessing over their life in the name of Jesus. കർത്താവെ, ഷേബ സിസ്റ്ററിനെ ഏൽപ്പിക്കുക. കർത്താവെ, വിശ്വസ്തയോടുകൂടി ദൈവ തിരുസന്നിധിയിൽ നിൽപ്പാൻ സ്വർഗം കൃപ കൊടുത്താട്ടെ. യേശുവിന്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ആരും മൗനമായിട്ടിരിക്കാതെ യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ആമേൻ, അവർ വിഷമിക്കുന്ന പ്രയാസങ്ങൾ ഭാരപ്പെടുന്ന എല്ലാറ്റിനും വരും ദൈവത്തിന്റെ സമാധാനം, the peace of God. യേശുവിന്റെ നാമത്തിൽ സമാധാന, പ്രഭുവിന്റെ സമാധാനം യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശിബു ബ്രദർ സുനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്മകളെ മോട്ടിച്ചു കൊണ്ടുപോകുന്ന ദുഷ്ടയാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുക. The name of Jesus. കർത്താവെ, അവരെ അങ്ങയുടെ നാമത്തിന് വേണ്ടി യേശുവിന്റെ രക്തത്തിൽ ഞങ്ങൾ മുദ്രയിട്ട കർത്താവെ ഞങ്ങൾ വലിച്ചെടുക്കുക. I dedicate them for your glory in the name of Jesus. No turning back in the name of Jesus. കർത്താവെ, തോമാച്ചിന് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിലെ ദുഃഖം കർത്താവ് കൊണ്ട് നടക്കത്തില്ല. Amen. Hallelujah. They will be fruitful in the name of Jesus.
I break the barrenness in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവേ. അവൻ സാമ്പത്തിക മേഖലയിൽ കുടുംബ ജീവിതത്തിനകത്തൊക്കെ കർത്താവേ ഒരു സമാധാനം അനുഭവിക്കട്ടെ, സന്തോഷം അനുഭവിക്കട്ടെ. കർത്താവേ, നീ വേദനിച്ചത്, നീ ദുഃഖിച്ചത്, നീ കരഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടിയാ കർത്താവേ. നിന്റെ ക്രൂശിനെ കുറിച്ചാണ് ഇന്ന് പ്രസംഗിച്ച കർത്താവേ. വേറൊരു നാമമല്ല പ്രസംഗിച്ച, നിന്റെ മഹാനാമമാ, പുണ്യനാമമാ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. ജോബിന് ശിശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ദൈവം അത്ഭുതങ്ങളെ ചെയ്താട്ടെ, കുടുംബമായിട്ട് അവരെ അനുഗ്രഹിച്ചാട്ടെ, ബ്ലസ് ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവെ. അവൻ പ്രേം ബ്രദർ ആൻഡ് രശ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രശ്മി സിസ്റ്റർ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സാമ്പത്തിക മേഖലയിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ കർത്താവെ. നീ ദരിദ്രനായത് ഞങ്ങളെ സമ്പന്നനാക്കാനാ യേശുവിന്റെ നാമത്തിൽ. ഇൻ ദി നെയിം ഓഫ് ജീസസ് ദൈവത്തിന്റെ മഹാപ്രവൃത്തി ആ കുടുംബത്തിന് മേൽ ഇറങ്ങി വരട്ടെ കർത്താവെ. അവരുടെ വിശ്വസ്തത കർത്താവെ നദി പോലെ ഒഴുകട്ടെ. ദൈവസന്നദ്ധിയിൽ നേരുള്ളൊരു കുടുംബം എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ തക്കവിധം ആ കുടുംബത്തെ ബ്ലസ് ചെയ്താട്ട് തിരുരത്തം കൊണ്ട് മൂടി മറയ്ക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ബോണ്ടേജസ് യേശുവിന്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആവട്ടെ. പാരമ്പര്യത്തിന്റെ പിന്തുടരുന്ന കരാള ഹസ്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വലിച്ചു പറിച്ച് സഭയായിട്ട് വലിച്ചു പറിച്ചു കളയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുക കർത്താവെ. മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്മിത സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ മഹാപ്രവൃത്തി വെളിപ്പെട്ടതിനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിൽ ദൈവം മഹാ അത്ഭുതം ചെയ്തതിനായിട്ട് നന്ദി പറയുക കർത്താവെ. സൗഖ്യം പൂർണ്ണമാകട്ടെ, എല്ലാ നിലവാരത്തിലും അവർ സൗഖ്യമാക്കപ്പെടട്ടെ കർത്താവെ. പേര് അറിയാത്ത ആമേൻ കുടുംബങ്ങളുണ്ട് കർത്താവ്. എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ്. ശിരൂര് കുടുംബ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അടിയന് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവെ. ഞങ്ങളെ ഒരുമിച്ച് ആരാധിക്കുന്ന മുട്ടുമടക്കുന്ന എല്ലാവരെയും അങ്ങയുടെ പൊൻകരകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു പ്രൊട്ടക്ഷന്റെ പുതപ്പ് ഞങ്ങളുടെ മേൽ വീഴട്ടെ കർത്താവെ. സകല നാമത്തിനും മേലായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് ഒരുമിച്ച് കരയറ്റുക കർത്താവെ. ഇന്ന് പകൽ പ്രാർത്ഥന ആവശ്യപ്പെട്ട ഒത്തിരി വിഷയങ്ങളുണ്ട് കർത്താവെ. ഞങ്ങളുടെ മുന്നിൽ ഒത്തിരി വിഷയങ്ങളുണ്ട്. സ്വർഗമേ, ഞങ്ങൾ ഒന്നറിയുന്നു. ഞങ്ങൾ ഒരുമിച്ച് കരങ്ങളെ ഉയർത്തുമ്പോൾ, എല്ലാ കരങ്ങളും ഉയർത്തിയാട്ടെ. ഞങ്ങൾ ഒരുമിച്ച് കരങ്ങളെ ഉയർത്തുമ്പോൾ, ഞങ്ങൾ ഒരുമിച്ച് സ്വർഗത്തിൽ നോക്കുമ്പോൾ, ഞങ്ങൾ ഒരുമിച്ച് ആ തിരുമുഖം കാണുമ്പോൾ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് വേണ്ടി അടിയേറ്റ, ഞങ്ങൾക്ക് വേണ്ടി അവൻ സ്വോത്രം രക്തം വാർന്നൊഴിഞ്ഞു നിൽക്കുന്ന അവൻ ആ തിരുസ്വരൂപം കാണുമ്പോൾ, അവൻ സ്വോത്രം ഹല്ലേലൂയ പുത്രന്റെ മുഖം കാണുമ്പോൾ കർത്താവെ ഞങ്ങൾ ഒന്നറിയുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്നത് ശിക്ഷയല്ല, ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്നത് സമാധാനമാണ്. ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്നത് രോഗമല്ല, ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്നത് സൗഖ്യമാ. ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്നത് മരണമല്ല, ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്നത് ജീവനാ, നിത്യജീവൻ. സ്വർഗപിതാവേ, ഈ കൂട്ടത്തെ ബ്ലസ് ചെയ്യണം. സ്വർഗം അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം, അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവിന്റെ നല്ല നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. പ്രാർത്ഥന കേട്ട കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം.